ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത പ്രഭാഷകൻ ശ്രീ PS കർത്ത അവതരിപ്പിക്കുന്ന പ്രഭാഷണം ക്ഷേത്രത്തിൻ്റെ അകത്തെ വേദിയിൽ നടത്തപ്പെടുന്നു. വിഷയം ജ്ഞാനപ്പാനയും തത്വവും. അദ്വൈത സിദ്ധാന്തത്തെ ആധാരമാക്കിയ ഏകദേശം 1 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രഭാഷണത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുനാഥൻ തുണചൈക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഏവർക്കും വന്ദനം. ജ്ഞാനപ്പാന എന്ന കാവ്യത്തെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ പുരാണങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും വേദങ്ങളും പറഞ്ഞിട്ടുള്ള ജീവിത തത്വങ്ങൾ ആറ്റിക്കുറുക്കിയെടുത്ത് അതിൻ്റെ സാരാംശം സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിൽ ചിട്ടയായി എഴുതിയിട്ടുള്ള ഒരു മഹനീയ കാവ്യമാണ് ജ്ഞാനപ്പാന. ജ്ഞാനപ്പാനയുടെ തത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അതെഴുതിയ ആ മഹാനുഭാവനായ കവി പൂന്താനത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അചഞ്ചലനായ ഒരു ഭക്തനാണ് പൂന്താനം. നിഷ്കാമ ഭക്തൻ. അദ്ദേഹം തന്നെ ഗുരുവായൂരപ്പന് പൂർണ്ണമായും സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മഹാനുഭാവനായത്. അദ്ദേഹം പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയായിരുന്നില്ല ഒന്നും ചെയ്തത്. അദ്ദേഹം സമ്പൂർണമായും ഭഗവാനിലേക്ക് അർപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നിഷ്കാമ ഭക്തൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഗുരുവായൂരപ്പന് തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചത്. പിന്നെ അചഞ്ചലമായ ഭക്തിയായിരുന്നു. അചഞ്ചലമായ ഭക്തി എന്ന് വെച്ചാൽ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്ത ഭക്തി. പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ശ്വാസനിശ്വാസങ്ങളിലും എന്തിന് ഊണിലും ഉറക്കത്തിൽ പോലും അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചൊരു ജീവിതമായിരുന്നു. സമർപ്പണം, ഫ്രീ വിൽ, സമ്പൂർണ്ണമായും അദ്ദേഹം ഗുരുവായൂരപ്പനെ സമർപ്പിച്ചൊരു ജീവിതമായിരുന്നു. അദ്ദേഹം ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നത് മനുഷ്യജന്മത്തിൽ എങ്ങനെ ജീവിക്കണം, ആ മനുഷ്യജന്മം കൊണ്ട് എന്താണ് നേടേണ്ടത് അത് നേടണം എന്ന് അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്നു. അദ്ദേഹം അത് മാനവരാശിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സരളമായി എഴുതി വെച്ച ഒരു കാവ്യമാണ് ജ്ഞാനപ്പാന. ആർക്കും വായിച്ചാലും മനസ്സിലാവുന്നതാണ്. കുറച്ച് അന്തരാർത്ഥങ്ങളുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ വേദത്തിലും ഉപനിഷത്തുകളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് എടുത്തു വെച്ചപ്പോൾ അതിനോടൊന്ന് ബന്ധപ്പെട്ട് ചിന്തിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതാണ്. പിന്നെ പൂന്താനം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിലാണ്. ഏകദേശം കണക്കാക്കുന്നത് 1547 അതായത് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു 400 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അന്നത്തെ കാലത്തെ സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷമൊക്കെ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കി മനസ്സിലാവും. അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും വേദം പഠിക്കാൻ അർഹനാത്തൊരു ബ്രാഹ്മണനായിരുന്നു. അന്നത്തെ സാമൂഹ്യ സ്ഥിതി അങ്ങനെയായിരുന്നു. വേദങ്ങളും ഉപനിഷത്തുകളും ഓത്തുമൊക്കെ പഠിക്കാൻ അഗ്നിഹോത്രി തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമായിട്ട് അവകാശപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് സംസ്കൃതത്തിൽ അധികം പാണ്ഡിത്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മലയാളത്തിൽ അധികം പാണ്ഡിത്യമുണ്ട് എന്നുള്ളത് ജ്ഞാനപ്പാന വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചെറുപ്പം മുതലേ അദ്ദേഹം ഒരു വിഷ്ണു ഭക്തനായിരുന്നു. ഭാഗവതത്തിലൊക്കെ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു.
പൂന്താനത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു, പൂന്താനം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പോലും ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അറിയാം എത്ര നിഷ്കാമനായിരുന്നു എന്നുള്ളത്. മമകാമം വ്യവോഹതു എന്ന് ഏത് പൂജയിലും തന്ത്രി പറയാറുണ്ട്, യജമാനൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ. പക്ഷെ ഇതിൽ പൂന്താനം തന്നെ ഗുരുവായൂരപ്പന് സമർപ്പിച്ചപ്പോൾ, ഭഗവാൻ സമർപ്പിച്ചപ്പോൾ അദ്ദേഹം യാതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അതാണ് നമുക്ക് മാതൃകയാക്കേണ്ടത്, നമ്മളെ പഠിപ്പിക്കുന്നത്. പൂന്താനം അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് നമുക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ ഇല്ല പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പൂന്താനത്തിൻ്റെ ഇല്ലം അങ്ങ് തെക്കേ മലബാറിലാണ്. തെക്കേ മലബാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മലപ്പുറം ജില്ല. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ അത് വള്ളുവനാട് എന്ന നാട്ടുരാജ്യമായിരുന്നു. വള്ളുവനാട് നാട്ടുരാജ്യത്ത് നെന്മേനി അംശത്തിൽ കീഴാറ്റൂർ എന്ന ദേശത്താണ് ഈ പൂന്താനം ഇല്ലം. ഇന്നും പൂന്താനം ഇല്ലം ഇവിടെ ഉണ്ട്. ഗുരുവായൂർ ദേവസ്വം വളരെ നല്ല രീതിയിൽ അത് പരിപാലിച്ചു വരുന്നു. ഞാൻ അവിടെ പോയിട്ടുണ്ട്, എനിക്ക് പോകാൻ ഭാഗ്യം സിദ്ധിച്ച സ്ഥലമാണ്. നിങ്ങൾക്കും ഭാഗ്യം ഉണ്ടാവണം, ഒരു അവസരം ഉണ്ടാക്കി അവിടെ പോയി ആ പൂന്താനം ഇല്ലം കാണണം. കാരണം പൂന്താനം ജീവിച്ചതും കൃഷ്ണനെ ഉപാസിച്ചതും ഭഗവാൻ വന്ന ഉടലോടെ പൂന്താനത്തിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ ആ സ്ഥലമാണ്. അത് കാണേണ്ട സ്ഥലം തന്നെയാണ്. രാവിലെയും വൈകിട്ടും അവിടെ ഉച്ചഭാഷണിയുടെ ജ്ഞാനപ്പാനയും കേൾപ്പിക്കാറുണ്ട്. ഇത് പെരിന്തൽമണ്ണയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ വടക്കോട്ട് മാറിയിട്ടാണ്. നിലമ്പൂർക്ക് പോകുന്ന വഴിയിലാണ് പൂന്താനം ഇല്ലം. അക്കാലത്ത് പൂന്താനം വേദം പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം ഈ വിഷ്ണു ഭക്തനായിട്ട് ഭാഗവതത്തിൽ തൽപരനായിരുന്നു. ഭാഗവതത്തിലെ കഥകളെല്ലാം അദ്ദേഹം ചെറുപ്പത്തിലെ സ്വായത്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന് വളരെ താല്പര്യമായിരുന്നു ഭാഗവതം വായിക്കാനായിട്ട്. ഒരു താല്പര്യമുള്ള വിഷയത്തിൽ നമുക്ക് എപ്പോഴും പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. പൂന്താനം തൻ്റെ 20-ാമത്തെ വയസ്സിൽ വേലി കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന് വളരെയധികം കാത്തിരുന്നിട്ടാണ് 2 ഉണ്ണികൾ ഉണ്ടാകുന്നത്. വളരെയധികം കാത്തിരിപ്പിന് ശേഷം ആദ്യത്തെ ഉണ്ണി ജനിച്ച അന്ന് തന്നെ മരിച്ചുപോയി. 2ാമത്തെ ഉണ്ണി ചോറൂണ് ദിവസം മരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്ത മുഖം തുറന്നു. എന്നാൽ ഭാഗവതത്തിലൂടെ ജീവിത തത്വങ്ങൾ എന്താണെന്നറിഞ്ഞ അദ്ദേഹം ആ ദുരന്ത മുഖത്ത് പോലും വളരെ ശാന്തതയോടെ ആ വിഷമങ്ങൾ തകരാതെ അദ്ദേഹം പിടിച്ചു നിന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേലിക്ക് അത് സാധിച്ചില്ല. സാധാരണ ഏതമ്മമാരും അങ്ങനെ തന്നെയാണ്. തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ വളരെയധികം ആകുലപ്പെട്ട്, ആദ്യത്തെ കരച്ചിലായിരുന്നു, പിന്നീടത് മാറി വിഭ്രാന്തിയായി, പിന്നീട് ആക്രോശങ്ങളായി, ശാപങ്ങളായി. അങ്ങനെ ആയപ്പോൾ പൂന്താനം അവിടെ നിന്ന് ഒരു തീർത്ഥാടനമായി പുറപ്പെട്ടു. ഭാഗവതത്തിലൂടെ ജീവിതത്തിൻ്റെ തത്വം മനസ്സിലാക്കിയ ഒരാളുടെ പ്രതികരണം ആയിരുന്നു ഇത്, പൂന്താനം. അദ്ദേഹം ശാന്തമായിട്ട് അതിനെ നേരിട്ടു. പക്ഷേ ജീവിത തത്വം അറിയാതിരുന്ന അദ്ദേഹത്തിൻ്റെ വേലി ഒരു ഭ്രാന്തമായിട്ടാണ് പ്രതികരിച്ചത്. അതാണ് തത്വം അറിയതും അറിയാത്തതും തമ്മിലുള്ള വ്യത്യാസം. പൂന്താനം അക്കാലത്ത് നേരെ വന്നത് ഗുരുവായൂർക്കാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ഭജനം ഇരിക്കാൻ തീരുമാനിച്ചു. അക്കാലത്ത് വള്ളുവനാട് നാട്ടുരാജ്യത്തു നിന്ന് തിരുനാവായയാണ് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്നത്. മാമാങ്കമൊക്കെ നടന്നിരുന്നത് അവിടെയാണല്ലോ. അത് അക്കാലത്ത് അങ്ങോട്ട് പോകാനുള്ള വഴികളൊക്കെ തെളിഞ്ഞതായിരുന്നു. പക്ഷേ ഗുരുവായൂർക്കുള്ള വഴി ദുർഘടം പിടിച്ചതായിരുന്നു. എങ്കിലും അദ്ദേഹം ഗുരുവായൂർക്കാണ് വന്നത്. എന്തുകൊണ്ട്? ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠമാണെന്ന് അദ്ദേഹം ഭാഗവതത്തിലൂടെ വായിച്ചറിഞ്ഞിരുന്നു. എങ്ങനെയാണ് ഭൂലോക വൈകുണ്ഠം എന്ന് ഗുരുവായൂരിനെ പറയുന്നത്? ആ കഥയും കൂടി പറഞ്ഞിട്ട് നമുക്ക് തത്വത്തിലേക്ക് വരാം. ഗുരുവായൂരിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹം അത് യുഗങ്ങൾക്ക് മുന്നേ ഉണ്ടായൊരു വിഗ്രഹമാണത്. 4 യുഗങ്ങളുണ്ട്. സത്യയുഗത്തിലാണ് തുടങ്ങുന്നത്. അതിനു മുന്നേ ബ്രഹ്മാവ് സൃഷ്ടിപ്രഭാവം തനിക്ക് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെ സമീപിക്കുകയാണ്. മഹാവിഷ്ണു തൻ്റേത് തന്നെയായ ഒരു അപൂർവമായ ഒരു പാതാളാഞ്ജല ശിലയിലുള്ള ഒരു വിഗ്രഹം നൽകുകയാണ്. ശംഖുചക്രം ഗദാപത്രം ധരിച്ചത്, 4 കൈകളോടുകൂടി. അതുകൊണ്ടാണ് ചതുർബാഹു എന്ന് പറയുന്നത്. ഈ 4 കൈകളോടുകൂടി ആ വിഗ്രഹം ബ്രഹ്മാവിന് സമ്മാനിച്ചു. ബ്രഹ്മാവ് അത് പ്രശനിക്കും സുതപസ്സിനും സമ്മാനിച്ചു. സുതപസ് എന്ന് പറയുന്ന അദ്ദേഹം യുഗങ്ങളോളം തപസ് ചെയ്തു എന്നാണ് പറയുന്നത്, മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ. എന്തിനാണ്? എൻ്റെ മകനായി അങ്ങ് 3 ജന്മങ്ങളിൽ ജനിക്കണം എന്ന വരം വാങ്ങാനായി.
അതിനുശേഷം അദ്ദേഹം ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ബ്രഹ്മാവ് ഈ വിഗ്രഹം സുതപസ്സിന് നൽകുന്നത്. സുതപസ് ആ വിഗ്രഹം ആരാധിച്ച് അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായി. അതിനുശേഷം അടുത്ത യുഗത്തിൽ അദ്ദേഹം കശ്യപനും അതിഥിയുമായി ജനിക്കുകയാണ്. കശ്യപനും അതിഥിയായി ജനിച്ചപ്പോഴും ഇതേ വിഗ്രഹം പൂജിക്കാൻ അവർക്ക് ഭാഗ്യം സിദ്ധിച്ചു. അന്ന് ഒരു യാഗത്തിന് വേണ്ടിയിട്ട് ഒരു പശുവിനെ വേണമായിരുന്നു. ആ പശുവിനെ കശ്യപൻ വരുണൻ്റെ തൊഴുത്തിൽ നിന്ന് മോഷ്ടിച്ചു എന്ന് തന്നെ പറയാൻ കൊണ്ടുവന്ന് യാഗത്തിനായി കെട്ടി. ഇതറിഞ്ഞ് അദ്ദേഹത്തിന് ആ ചെയ്ത തെറ്റിന് ഒരു ശാപമുണ്ടായി, ഒരു ഗോപാലകനായി ജനിക്കട്ടെ അടുത്ത ജന്മമെന്ന്. അങ്ങനെയാണ് അദ്ദേഹം പിന്നത്തെ യുഗത്തിൽ, ദ്വാപര യുഗത്തിൽ വസുദേവരായിട്ട് ജനിക്കുന്നത്. അതിഥി ദേവകിയായിട്ടും ജനിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ജനനം ഈ മാതാപിതാക്കളിലുണ്ടായി. അപ്പോൾ അദ്ദേഹം അന്ന് തപസ് ചെയ്തതനുസരിച്ച് 3 ജന്മത്തിലും ഭഗവാൻ ഇവരുടെ മക്കളായി ജനിച്ചു. മൂന്നാമത്തതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. 5257 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കഥയാണത്. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് അന്നാണ്. അപ്പോൾ അതിനുശേഷം ഈ വിഗ്രഹം ദ്വാരകാപുരി ഉണ്ടാക്കിയ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ദ്വാരകാപുരിയുടെ നടുക്ക് ഒരു ക്ഷേത്രം ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ചു. ഭഗവാൻ തന്നെ അവിടെ പൂജ ചെയ്യുന്ന വിഗ്രഹമാണ്. ഭഗവാന്റെ അവതാര ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ, അതായത് 121 വർഷവും 8 മാസവും 7 വർഷവും 7 ദിവസവുമാണ് ഭഗവാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. കൃഷ്ണ അവതാരത്തിൽ അവതാര ഉദ്ദേശം പൂർണ്ണമായപ്പോൾ അദ്ദേഹം യാദവരുടെ തമ്മിത്തല്ലും അവരുടെ അഹങ്കാരവും എല്ലാം കൊണ്ട് കുലം മുടിയുമെന്ന് ഉറപ്പായപ്പോൾ ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്ത് ഉദ്ധവരെ വിളിച്ചിട്ട് ഭഗവാൻ പറയും, ദ്വാരകാപുരിയുടെ നടുക്കിരിക്കുന്ന ആ വിഗ്രഹം എടുത്ത് ഭൂമിയിൽ മാനവരാശിക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥലത്ത്, ഏറ്റവും ശ്രേയസ്സായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് പ്രതിഷ്ഠിക്കണം. കലികാലത്തിൽ മാനവരാശിക്ക് അതൊരു ആശ്രയസ്ഥാനമായിരിക്കും. അതിനുവേണ്ടി അതുകൊണ്ട് പ്രതിഷ്ഠിക്കാൻ പറയുന്നു. ഉദ്ധവര് ദേവഗുരുവായ ബൃഹസ്പതിയെ കാണാൻ ചെല്ലുമ്പോഴേക്കും ദ്വാരക കടലിനടിയിലായി. കടലിൽ ഒഴുകി നടന്ന വിഗ്രഹം ദേവഗുരു തൻ്റെ ശിഷ്യനായ വായു ഭഗവാന്റെ സഹായത്തോടെ വീണ്ടെടുക്കുന്നു. അതിനുശേഷം ഭൂമിയിൽ ഇത് എവിടെ പ്രതിഷ്ഠിക്കണം എന്നറിയാൻ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ പാർവതി പരമേശ്വരന്മാരെ ഒരു വനാന്തരത്തിൽ വെച്ച് കാണാനിടയായി. ഇന്ന് ഗുരുവായൂരിരിക്കുന്ന ക്ഷേത്ര സ്ഥലത്ത് അവിടെ ഒരു സ്വയംഭൂ ശിലയിൽ ഭഗവാൻ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നാണ് ഞാൻ ദേവകൾക്ക് ഗീത ഉപദേശിച്ചു കൊടുത്തത്. ഇത് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം ഇത് തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ദേവഗുരു ആ ശിലയിൽ നിന്ന് ശൈവ ചൈതന്യം ആവാഹിച്ച് 2 കാതം വടക്കോട്ട് നീക്കിയിരുത്തി. അതാണ് മമ്മിയൂർ ക്ഷേത്രം. അതുകൊണ്ടാണ് ഇപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ മമ്മിയൂർ ക്ഷേത്രത്തിൽ തൊഴുതാലേ ദർശനം പൂർണ്ണമാകൂ എന്ന് പറയുന്നത്. അതിലെ ഭഗവതി ചൈതന്യം ഇടതുവശത്തേക്ക് നീക്കിയിരുത്തി. അതാണ് ഇടത്തിരുത്തുകാവിലമ്മ. ഇടത്തിരുത്തുകാവിലമ്മ ഈ ആഴ്ച താലപ്പിലിയാണല്ലോ. ഈ ആഴ്ചയിലാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ ഗുരുവായൂർ ഉണ്ടായിരുന്നു. ഒരു 10-15 ദിവസം ഗുരുവായൂർ സത്രമായിട്ട് സംബന്ധിച്ച് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗുരുവായൂരപ്പന ദിവസം തൊഴാനും സാധിച്ചു. അപ്പോൾ ഞാൻ ഈ ഇടത്തിരുത്താവിലമ്മയുടെ താലപ്പിലി കണ്ടു. രാത്രിയിൽ 12 മണിയെങ്കിലും ആവുക ഏകദേശം. ആ മഞ്ഞൾ ആറാട്ടും നീരാട്ടും ഒക്കെ കാണേണ്ട കാഴ്ചയാണ്. അങ്ങനെ ദേവഗുരുവായ ബൃഹസ്പതിയും വായു ഭഗവാനും തൻ്റെ പ്രാണം കൊടുത്ത് പ്രതിഷ്ഠിച്ച വിഗ്രഹം, പ്രതിഷ്ഠിച്ച ഇടമാണ് ഗുരുവായൂർ. ഈ വിഗ്രഹം, അതായത് ശംഖുചക്രം ഗദാപത്മം ധരിച്ച മഹാവിഷ്ണുവിൻ്റെ പ്രതിമ, അല്ലെങ്കിൽ ആ ശില, പാതാളാഞ്ജന ശില അവിടെ പ്രതിഷ്ഠിച്ചു, അവരുടെ പ്രാണം കൊടുത്തു. അതുകൊണ്ടാണ് ഗുരുവായൂരമ്പലം ഭൂലോക വൈകുണ്ഠം എന്ന് പറയുന്നത്. 4 യുഗങ്ങൾക്ക് മുന്നേ ഉള്ള വിഗ്രഹം. മഹാന്മാരായിട്ടുള്ള ഋഷിമാരും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പൂജിച്ച ആ വിഗ്രഹം നമ്മുടെ ഭാഗ്യമാണ് പരശുരാമ ക്ഷേത്രത്തിൽ വന്നത്. പരശുരാമ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കേരളം, പരശുരാമൻ സൃഷ്ടിച്ച ഭൂമി. പരശുരാമ ക്ഷേത്രത്തിൽ അത് വന്നു. എന്നിട്ടോ ഇപ്പോൾ ഗുരുവും വായുവും പ്രാണം കൊടുത്ത് പ്രതിഷ്ഠിച്ചത് എവിടെ? സ്വയംഭൂ ശിലയിൽ മഹാദേവൻ്റെ ചൈതന്യം ഇരുന്ന സ്ഥലത്ത്. അതുകൊണ്ടാണ് അവിടെ ഇത്രയും ചൈതന്യം. ഏതൊരാളും ആശ്രയസ്ഥാനമായി ഗുരുവായൂർ ചെന്നാൽ അവരുടെ ദുരിതത്തിനൊരു പരിഹാരം ഉണ്ടാവും. പക്ഷേ പൂന്താനം കാണിച്ചു തന്ന പോലെ നമ്മളവിടെ ചെന്നിട്ട് എനിക്ക് അത് വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കരുത്, എനിക്ക് ഇങ്ങനെ വേണം എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ തന്നെ സമ്പൂർണ്ണമായി ഗുരുവായൂരപ്പനെ സമർപ്പിക്കുക. ഗുരുവായൂരപ്പൻ നമ്മുടെ ജീവിതത്തിൽ പല പല അത്ഭുതങ്ങളും നമ്മൾ നടത്തിത്തരും, നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ മഹത്വം പിന്നെയും ലോകം മുഴുവൻ അറിഞ്ഞത്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് കേരളത്തിൽ മാത്രമല്ല ഭാരതഭൂമി മുഴുവൻ അറിഞ്ഞത്, സനാതന ധർമ്മം ഉള്ളിടത്തൊക്കെ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പരീക്ഷത്തിൻ്റെ
ഒരു ശാപമുണ്ടായിരുന്നു. പരീക്ഷിത്ത് ഒരു മഹാമുനിയുടെ ചെന്ന് ജലം ചോദിച്ചപ്പോൾ അദ്ദേഹം ധ്യാനത്തിലിരിക്കുമായിരുന്നു. അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. അതിനൊരു ചത്ത പാമ്പിൻ്റെ അടുത്ത് അയാൾ കഴുത്തിലിട്ടിട്ട് പോയി. അപ്പോൾ മാമുനി എണീറ്റപ്പോൾ ചത്ത പാമ്പിനെ കണ്ടപ്പോൾ ഇത് ആരിട്ടതാണെങ്കിലും അവനെ ഇന്നേക്ക് 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പായി തക്ഷകൻ കടിച്ചു കൊല്ലട്ടെ എന്ന് പറയുന്നു. ഇത് കേട്ട പരീക്ഷിത്ത് ഭയന്ന് 7 നിലയുള്ള ഒരു കൊട്ടാരം ഉണ്ടാക്കി കടലിന് നടുക്ക് സുഖത്തിലിരുന്നു, ഒരുപാട് കാവൽക്കാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ട്. പക്ഷേ തക്ഷകൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം, അവരെല്ലാം ബ്രാഹ്മണ വേഷം കൊണ്ട് കുറേ പഴങ്ങളുമായിട്ട് പോയി. ആ പഴത്തിനുള്ളിൽ പുഴുവായിട്ട് തക്ഷകൻ കയറിയിരുന്നു. അപ്പോൾ 7-ാം ദിവസം സായന്തനം, അസ്തമയമായിട്ടില്ല. ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ പരീക്ഷത്തിന് സപ്താഹം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പോൾ 7-ാം ദിവസം വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇവരോട് ചെല്ലുമ്പോൾ എന്തായാലും ഇപ്പോൾ അസ്തമിക്കാറായില്ലേ, അവരെ കടത്തി വിട്ടോളാൻ പറയാം. അവർ വരും. അപ്പോൾ ഇത് ഒരു പഴം മുറിച്ചപ്പോൾ അതിനുള്ളിൽ ഈ ഒരു പുഴുവിനെ കാണും. കണ്ടാ, എന്നെ ഇതുവരെ ആരും കൊന്നില്ല എന്ന് പറഞ്ഞ് പുഴുവിനെടുത്ത് മേത്ത് വയ്ക്കും. തക്ഷകൻ പൂർണ്ണരൂപം പ്രാപിച്ച് ദർശനം നടത്തി കൊല്ലുന്നു. തർപ്പണം. അപ്പോൾ തൻ്റെ പിതാവിനെ കൊന്ന സർപ്പ കുലത്തെ മുടിക്കുമെന്ന് പറഞ്ഞിട്ട് പരീക്ഷത്തിൻ്റെ മകൻ ജന്മേജയൻ സർപ്പയാഗം നടത്തും. സർപ്പയാഗത്തിൽ സർവ സർപ്പങ്ങളെയും ആവാഹിച്ച് ഹോമിക്കും. അങ്ങനെ തക്ഷകനെയും ആവാഹിച്ച് മുന്നിൽ കൊണ്ടുവരും. അപ്പോൾ തക്ഷകൻ പറയും, ഞാൻ ചെയ്തത് എന്നിൽ നിക്ഷിപ്തമായ കർമ്മമാണ്, ഞാനായിട്ട് പോയി ചെയ്തതല്ല, എന്നിൽ നിക്ഷിപ്തമായ കർമ്മമാണ് ഞാൻ ചെയ്തത്. പക്ഷേ ജനമേജയൻ അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. കൊല്ലാൻ പോയപ്പോൾ തക്ഷകൻ അദ്ദേഹത്തെ ശപിച്ചു, നീ കുഷ്ഠരോഗിയായി പോകട്ടെ എന്ന്. അങ്ങനെ ജനമേജയൻ ഒരു കുഷ്ഠരോഗിയായി മാറി. ദേവതകളുടെ സംയോജിതമായ ഇടപെടൽ കാരണം തക്ഷകനെ അവിടെ ഹോമിക്കപ്പെട്ടില്ല. തക്ഷകൻ രക്ഷപ്പെട്ടു. ഈ കുഷ്ഠരോഗം വന്ന് കാലങ്ങളോളം ദുരിതം അനുഭവിച്ച ജനമേജയന് കൊട്ടാരത്തിലെത്തിയ ഒരു മാമുനി പരശുരാമ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, ഗുരുവും വായും ചേർന്ന് പ്രതിഷ്ഠിച്ചൊരു ക്ഷേത്രം. അവിടെ പോയി അങ്ങ് ഭജനം ഇരിക്കും, അങ്ങയുടെ അസ്വസ്ഥതകളെല്ലാം മാറും, അദ്ദേഹം പൂർണ്ണ ആരോഗ്യമായി വരാൻ പറ്റും എന്ന് പറഞ്ഞ് അവരങ്ങനെ ഗുരുവായൂർ വന്ന് ഭജനം ഇരിക്കുകയാണ്. അങ്ങനെ ഏറെ നാൾ ഭജനം വരുന്ന ശേഷം ധനമേജയൻ ഒരു രാത്രിയിൽ തൻ്റെ അസുഖം മാറി പൂർണ്ണ ആരോഗ്യവാനായി കാണപ്പെട്ടു. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കീർത്തി ലോകമെങ്ങും വ്യാപിച്ചു. അതാണ് ഗുരുവായൂരപ്പൻ്റെ പ്രാധാന്യം. എന്ത് കാര്യത്തിനും ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ വിളി കേട്ടിരിക്കും. പക്ഷേ നമ്മളുടെ ആവശ്യത്തിന് മാത്രമായി വിളിക്കരുത്. ഗുരുവായൂരപ്പൻ എന്നും ശ്വാസനിശ്വാസം പോലെ പറ്റിയില്ലെങ്കിലും ഒരിക്കൽ ഒരു ദിനമെങ്കിലും ഗുരുവായൂരപ്പനെ വിളിക്കണം. അപ്പോൾ ചതുർബാഹുവായ ആ മഹാവിഷ്ണു ചൈതന്യം വിളയാടുന്ന ആ ഭൂമിയിൽ കാലുകുത്താൻ സാധിച്ചത് തന്നെ ഭാഗ്യമാണ്. അവിടേക്കാണ് പൂന്താനം തൻ്റെ ഈ ദുരന്തമുഖത്ത് തളരാതെ ആശ്രയസ്ഥാനമായി കണ്ട് അവിടെ എത്തിയത്. അദ്ദേഹം അവിടെ ഭജനം ഇരുന്നു. അവിടെ നിവേദ്യച്ചോറ് കിട്ടും ദിവസം. നിവേദ്യച്ചോറും ഭക്ഷിച്ച് അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ച് നടത്തിയിരുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ ഉള്ളിൽ ദുഃഖമുണ്ട്. തത്വമൊക്കെ അറിയാമെങ്കിലും അദ്ദേഹത്തിന് ഉള്ളിൽ ദുഃഖമുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ഉണ്ണിക്കുട്ടൻ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, മയിൽപ്പീലിയൊക്കെ ചൂടിയ ഒരു ഉണ്ണിക്കണ്ണൻ, പൂന്താനം, അങ്ങ് എന്തിനാണ് ഇനിയും വിഷമിച്ചിരിക്കുന്നത്? ഉണ്ണിയായിട്ട് ഞാൻ അങ്ങയുടെ കൂടെ ഉള്ളപ്പോൾ വേറെ ഉണ്ണികൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പൂന്താൻ ഇത് സ്വപ്നമാണെന്ന് മനസ്സിലായില്ല. പൂന്താൻ ശരിക്കും സംഭവിക്കുക എന്നുള്ള ഇതിൽ പൂന്താൻ അത് ആസ്വദിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് ഉറക്കം ഉണർന്നപ്പോൾ അത് സ്വപ്നമാണെന്ന് മനസ്സിലായി. അത് ഗുരുവായൂരപ്പൻ തന്നെയാണ് തന്നോട് വന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയ പൂന്താനം പൂർവാധികം ഊർജ്ജസ്വലനായി പിറ്റേ ദിവസം മുതൽ ഗുരുവായൂരപ്പനിലേക്ക് ഒന്നുകൂടി അടുത്തു. അക്കാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ സന്ധ്യയാകുമ്പോൾ ഇതുപോലെ പ്രഭാഷണങ്ങളുണ്ടാവും. ശ്രീകൃഷ്ണൻ്റെ മഹാത്മ്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഭാഗവതം സംസ്കൃതത്തിൽ ചൊല്ലും. എന്നിട്ട് ഒരാൾ മലയാളത്തിൽ തർജ്ജമ ചെയ്യും. പൂന്താനത്തിന് പണ്ട് മുതലേ ഈ ഭാഗവതത്തിൽ വളരെ ഇഷ്ടമാണ്. ഇത് കഥകൾ കേട്ടപ്പോൾ അദ്ദേഹം ഒന്നുകൂടി സന്തോഷത്തോടെ അതിനകത്തേക്ക് ആണ്ടിറങ്ങി. ചുരുക്കകാലം കൊണ്ട് അദ്ദേഹത്തിന് ഏത് ശ്ലോകം കേട്ടാലും അത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടായി. അക്കാലത്ത് ഒരു ദിവസം ഈ തർജ്ജമ ചെയ്യുന്ന ആൾ അവിടെ ക്ഷേത്രത്തിൽ വന്നില്ല. അന്ന് പൂന്താനം ചോദിച്ചു, ഞാൻ എന്നാൽ കയറി പറയട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം കയറി പറയുന്നു. വളരെ ഹൃദ്യമായ രീതിയിൽ ആസ്വാദകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ പിടിച്ചിരുത്തിക്കൊണ്ട് പൂന്താനം അർത്ഥങ്ങൾ പറയാൻ തുടങ്ങി. പിന്നെ പൂന്താനം മതി എന്ന് ഭക്തജനങ്ങൾക്ക് ഒരു ആവശ്യമായി. അങ്ങനെ പൂന്താനത്തിന് സ്ഥിരമായി പിന്നെ അവിടെ ഈ
തർജ്ജമ പറഞ്ഞു കൊടുക്കാനായിട്ട് പൂന്താനത്തിൽ തന്നെ അവിടെ ഏർപ്പെടുത്തി. അങ്ങനെ ഒരു ദിവസം പൂന്താനം ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞപ്പോൾ രുക്മിണി ഭഗവാന്റെ അടുത്തേക്ക് ഒരു ബ്രാഹ്മണനെ അയച്ചു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ആ സമയത്ത് പറഞ്ഞപ്പോൾ ഭഗവാൻ ബ്രാഹ്മണനെ ഒരു കുറുമാനം കൊടുത്താണ് ഭഗവാന്റെ അടുത്തേക്ക് അയച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശ്ലോകം അറിയാവുന്ന മറ്റൊരു വിദ്വാൻ പൂന്താനം പറഞ്ഞ അങ്ങനെ ഒരു കുറുമാനം കൊടുത്തു വിട്ടു എന്നതിൽ പറഞ്ഞിട്ടില്ല. അതറിയാവുന്ന ആ വിദ്വാൻ പൂന്താനത്തിനൊന്ന് കൊച്ചാക്കാൻ വേണ്ടി ചോദിച്ചു, പൂന്താനം എവിടെയാണ് കുറുമാനം കൊടുത്തു വിട്ടതായി പറഞ്ഞിട്ടുള്ളത്? കുറുമാനം എപ്പോഴാണ് കൊടുത്തു വിട്ടത് എന്ന് ചോദിച്ചു. പൂന്താനം വിഷണ്ണനായി. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ തോന്നിച്ചത് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ശ്രീ ഒരു അശരീരി കേട്ടു. കുറുമാനവും കൊടുത്തു വിട്ടിരുന്നു. പൂന്താനം അത്ഭുതപ്പെട്ടു പോയി. പൂന്താനത്തിന് വളരെ സന്തോഷമായി. അത് പൂന്താനത്തിൻ്റെ ഭക്തിയുടെ ഒരു അംഗീകാരമായിട്ട് പൂന്താനവും കണക്കാക്കി, മറ്റുള്ളവരും കണക്കാക്കി. അങ്ങനെ പൂന്താനത്തിന് അവിടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചു. പിന്നീട് ഒരിക്കൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് പത്മനാഭവും മരപ്രഭവും എന്നാണ് അദ്ദേഹം ഉച്ചരിച്ചത്. ലോപസന്ധിയിലാണ് എഴുതിയിരിക്കുന്നത്, ആഗമസന്ധിയിലാണ് വായിക്കേണ്ടത്. അകാരം വരണം അവിടെ. പത്മനാഭോ അമരപ്രഭു എന്നാണ് പറയേണ്ടത്. പക്ഷെ പറഞ്ഞത് പത്മനാഭോ മരപ്രഭു എന്നായിപ്പോയി. അപ്പോൾ ഇതുപോലെ വേറൊരു വിദ്വാൻ ചോദിച്ചു, മരപ്രഭു അതാരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകോലിൽ നിന്ന് വീണ്ടും അശരീരി കേട്ടു. മരപ്രഭുവും ഞാൻ തന്നെയാണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്ത് ഈ അശരീരി കേൾക്കണേ എങ്ങനെയാണ്? കേവലം 450 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. വാമൊഴിയായി മരമൊഴിയായി അത് കേട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ സ്മരണാർത്ഥം ഗുരുവായൂർ തെക്കേനടയിൽ ഗുരുവായൂർക്കേശവൻ്റെ പ്രതിമയ്ക്ക് തൊട്ടടുത്തായിട്ട് മരപ്രഭുവിൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. ഒരു തെങ്ങിൻ്റെ പൊക്കമുണ്ട്. അതിനൊരു വലിയ പ്രഭാമണ്ഡലവും വച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ സാക്ഷ്യപത്രം. അങ്ങനെ പൂന്താനം അവിടെ ഒരു വിശിഷ്ട സ്ഥാനത്തിന് അർഹനായി. അവിടെ അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് അദ്ദേഹം ജ്ഞാനപ്പാന എഴുതുന്നത്. അതിൻ്റെ കൂടെ അദ്ദേഹം സന്താനഗോപാലം പാനയും എഴുതിയിട്ടുണ്ട്, ശ്രീകൃഷ്ണ കർണാമൃതം എഴുതിയിട്ടുണ്ട്, പിന്നെ ഒരുപാട് കീർത്തനങ്ങൾ വേറെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ അമ്മമാർ ഇവിടെ ഉച്ചപൂജയ്ക്ക് ചൊല്ലാറുണ്ട്, നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരുതി നടുവിൽ ഞാൻ. അതും പൂന്താനം എഴുതിയതാണ്. ഞാനും അധികം നാളായില്ലാതെ അറിഞ്ഞിട്ട് അത് പൂന്താനം എഴുതിയതാണ്. നമ്മളെല്ലാവരും ചൊല്ലുന്നൊരു കീർത്തനമാണ്. അങ്ങനെ പൂന്താനം അവിടെ ജ്ഞാനപ്പാൻ എഴുതുന്ന സമയത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അവിടെ വാതരോഗമായിട്ട് ഭജനം ഇരിക്കാൻ വരുവാണ്. അദ്ദേഹം കണ്ടിയൂർ അച്യുത പിഷാരടി എന്ന വലിയൊരു പ്രഗത്ഭനായ പണ്ഡിതന്റെ കീഴിൽ അഭ്യസിച്ച് ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ റാങ്കോടുകൂടി പാസ്സായി വരുന്ന ആൾ. അത്രയ്ക്ക് വിശിഷ്ടമായിട്ട് വ്യാകരണവും സംഖ്യാശാസ്ത്രവും സംസ്കൃതവും എല്ലാം പഠിച്ച് വിദ്വാനായി വന്നു. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, നാരായണ ഭട്ടതിരിപ്പാട് ഗുരുനാഥനോട് ചോദിച്ചു, ഗുരുനാഥ ഞാൻ എന്താണ് ദക്ഷിണ തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ വാതരോഗം ഒന്ന് മാറ്റിത്തരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആ വാതരോഗം എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞ് മേൽപ്പത്തൂർ മേടിച്ചെടുത്തു. അന്ന് അദ്ദേഹത്തിൻ്റെ യൗവനമായിരുന്നു, അദ്ദേഹം അത്ര അറിഞ്ഞില്ല. എന്നാൽ പിൽക്കാലത്ത് അത് അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തി. അപ്പോൾ ആ വാതരോഗത്തിന് പല വൈദ്യന്മാർക്കും ചികിത്സയ്ക്ക് പോയി സ്മരിക്കാതെ ആയപ്പോൾ ആരോ പറഞ്ഞു ഗുരുവായൂർ പോയി ഭജനം ഇരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വരുവാണ്. ഈ പുരാണ കഥകളൊക്കെ അറിയാമല്ലോ, ജനമേജൻ്റെ കഥയും അതിൽ ഇങ്ങോട്ട് ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ വിസ്തരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ചെറുതായിട്ട് പറയുന്നത്. അങ്ങനെ മേൽപ്പത്തൂര് ഗുരുവായൂർ അമ്പലത്തിൽ ഭജന ഇരിക്കുന്നു. പക്ഷേ അസുഖത്തിന് കുറവില്ല. അദ്ദേഹം തന്നെ 2 ഭൃത്യന്മാരെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുവാണ്, ഞാനിങ്ങനെ ഭജന ഇരിക്കുന്നുണ്ട്, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇവരെല്ലാം സമകാലീനാണ്, പൂന്താനവും മേൽപ്പത്തൂരും തുഞ്ചത്തെഴുത്തച്ഛനൊക്കെ. അപ്പോൾ ഭൃത്യന്മാർ അവിടെ ചെന്നു. തുഞ്ചത്തെഴുത്തച്ഛനെ കാണുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ മയങ്ങുമായിരുന്നു. ഉറക്കത്തിൽ നിന്നിട്ടിപ്പം എന്താ വന്നേ? അപ്പോൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ മേൽപ്പത്തൂര് പറഞ്ഞു വിട്ടിട്ട് വന്നാണ്, ഗുരുവായൂരിന്നാണ്. എന്താ? അദ്ദേഹത്തിന് വാതരോഗമാണ്, അപ്പോൾ ഭജന ഇരിക്കുന്നുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല, എന്താ ചെയ്യേണ്ടത് എന്നൊരു അഭിപ്രായം അറിയാനാണ് വന്നത് എന്ന് പറഞ്ഞു. വാതാലയേശൻ്റെ വാതുക്കൽ വാതരോഗിയോ എന്ന് എഴുത്തച്ഛൻ ചോദിച്ചു. എഴുത്തച്ഛൻ്റെ വാക്സാമർത്ഥ്യമാണത്, നിമിഷം കൊണ്ട് എഴുതി, വാതാലയേശൻ്റെ വാതുക്കൽ വാതരോഗിയോ. അങ്ങനെ അദ്ദേഹം ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ചെന്ന് മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ഭൃത്യന്മാർക്ക് പേടി. ശുദ്ധ ബ്രാഹ്മണനായ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ മീൻ തൊട്ട് കൂട്ടാൻ എങ്ങനെ പറയും? മീൻ തൊട്ട് കൂട്ടാനാണ് പറഞ്ഞത്. ഭൃത്യന്മാർ തിരിച്ച് മേൽപ്പത്തൂരിനെ കാണാൻ വന്നു. മേൽപ്പത്തൂർ ചോദിച്ചു, അവർക്ക് പറയാൻ മടി. അപ്പോൾ തിരുവള്ളം കോപിക്കരുത്, ഇതാണ് പറഞ്ഞത്, മീൻ തൊട്ട് കൂട്ടാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ മേൽപ്പത്തൂരിന് അത് പെട്ടെന്ന് മനസ്സിലായി. മേൽപ്പത്തൂർ പറഞ്ഞു, മത്സ്യാവതാരം തൊട്ട് ചമയ്ക്കാനാണ് പറഞ്ഞത് അദ്ദേഹം ഉദ്ദേശിച്ചത്. ശരി, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ദശാവതാരങ്ങളുടെ വർണ്ണനയോടുകൂടി മഹാവിഷ്ണുവിനെ വർണ്ണിച്ചൊരു കാവ്യം എഴുതി. അതാണ് നാരായണീയം. നമ്മൾ ശ്രീകോവിലേക്ക് കയറുമ്പോൾ ഇടതുവശത്ത് ഇരുന്നാണ് എഴുതിയത്. അവിടെ ഇപ്പോഴൊരു പലകം വച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നാണ് നാരായണ ഭട്ടതിരിപ്പാട്
നാരായണി മേൽപ്പത്തൂർ നാരായണപുരത്തിൽപ്പാട് നാരായണി എഴുതിയ സ്ഥലം ഇതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം മത്സ്യാവതാരം തൊട്ട് എഴുതാൻ തുടങ്ങി. ഓരോ ദശകങ്ങളായി ഒരു ദിവസം എഴുതി സമർപ്പിച്ചു. ദശകം എന്ന് വെച്ചാൽ 10 വരിയുള്ള കാവ്യങ്ങൾ. അങ്ങനെ ഇതെഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമായി വന്നു. അപ്പോൾ പൂന്താനം അദ്ദേഹത്തിനെ കണ്ട് തൻ്റെ ജ്ഞാനപ്പാനെ ഒന്ന് കാണിക്കണം, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണിക്കണമെന്ന്. ഇദ്ദേഹം വലിയ വിദ്വാനാണല്ലോ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പുറകെ നടന്നെങ്കിലും സാധിച്ചില്ല. കാരണം എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ആളുകളുണ്ടാവും. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര നിസ്സാര കാര്യമല്ല. ഇപ്പോഴും അങ്ങനെയാണല്ലോ, പ്രശസ്തരായ വ്യക്തികളുടെ എപ്പോഴും ആളുകളുണ്ടാവും. നമുക്കൊന്നും സാധാരണക്കാരൻ എത്തിപ്പെടാൻ സാധിക്കുന്ന സ്ഥലമല്ല അത്. അങ്ങനെ 99 ദശകം എഴുതി കഴിഞ്ഞ് 99 ദിവസം കൊണ്ട് 99 ദശകം എഴുതി സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രിയിൽ തീരുമാനിച്ചു പൂന്താനം നാളെ അദ്ദേഹം ഇത് കഴിഞ്ഞ് പോകും, അദ്ദേഹത്തിൻ്റെ രോഗവും ഭേദമായി, 100-ാമത് ദശകം എഴുതി സമർപ്പിക്കുമെന്നറിയാം. അന്ന് വൈകിട്ട് ഈ സമയത്ത് ദീപാരാധന കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ചെന്ന് കാണുന്നു. അവിടെ ചെന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാനൊരു കാവ്യം എഴുതിയിട്ടുണ്ട്, അതൊന്ന് നോക്കി അതിൻ്റെ വ്യാകരണവും ഭാഷാശുദ്ധിയും നോക്കി ഒന്ന് കുറ തീർത്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ മേൽപ്പത്തൂർ നോക്കി പറഞ്ഞു, ഭാഷാകാവ്യമാണോ, എങ്കിൽ മറ്റു വല്ലവരെയും കൂടെ കാണിച്ചു കൊടുക്കുക. ഈ സംസ്കൃതം പഠിച്ച അന്നത്തെ ആൾക്കാർക്ക് മലയാള പണ്ഡിതന്മാരെ കണ്ടാലൊരു പുച്ഛമായിരുന്നു. ഇന്നിപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേർക്ക് മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേരെ കാണുമ്പോൾ പോലെ. അപ്പോൾ അദ്ദേഹം നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, മലയാളത്തിൽ കാവ്യം എഴുതുന്നു, അബദ്ധമായിരിക്കും മുഴുവൻ, എനിക്ക് കാണണ്ട എന്നെല്ലാം പറഞ്ഞ് എന്തൊക്കെയോ പൂന്താനത്തിനെ കളിയാക്കുകയും ചെയ്തു. അത് പൂന്താനത്തിന് വിഷമായി. പൂന്താനം നടക്കി വന്ന് സാധാരണ പോലെ അവിടെ കിടന്നുറങ്ങി. അന്ന് രാത്രിയിൽ മേൽപ്പത്തൂരിന് ശമിച്ചിരുന്ന വാതരോഗം കൂടി. അദ്ദേഹം തുള്ളപ്പനി വന്ന് തളർന്നിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന് സ്വപ്ന ദർശനം ഉണ്ടായി. ഭഗവാൻ വന്നിട്ട് ഒരു ഉണ്ണിക്കണ്ണ രൂപത്തിലാണ് അവിടെയും വന്നത്. പറഞ്ഞു, മേൽപ്പത്തൂരിൻ്റെ വിഭക്തി ഉറച്ചതാണ്, പക്ഷേ ഭക്തി ഉറച്ചിട്ടില്ല. എന്നാൽ പൂന്താനത്തിൻ്റെ ഭക്തി ഉറച്ചതാണ്. വിഭക്തി ഇല്ലെങ്കിലും ഭക്തി ഉറച്ചതാണ്. ആ ഭക്തി ഉറച്ച പൂന്താനത്തിൻ്റെ ഭക്തൻ എൻ്റെ ഭക്തനാണ്, എൻ്റെ ഭക്തനെ വേദനിപ്പിച്ചത് എനിക്ക് സഹിക്കാനാവില്ല എന്ന് പറഞ്ഞു. മേൽപ്പത്തൂരിന് കാര്യം മനസ്സിലായി. ഞാൻ ചെയ്ത അപരാധം എന്താണെന്ന് മേൽപ്പത്തൂരിന് ബോധ്യപ്പെട്ടപ്പോൾ മേൽപ്പത്തൂർ അപ്പം തന്നെ ഭൃത്യന്മാരെ വിട്ട് പൂന്താനത്തിനെ വിളിപ്പിച്ചു. ഓലയുമായി വരാൻ പറഞ്ഞു. ജ്ഞാനപ്പാന മുഴുവൻ വായിച്ച ശേഷം അദ്ദേഹം സ്തബ്ധനായി എഴുതി ചോദിച്ചു, ഇതിനകത്ത് ഞാൻ എന്താണ് ഈ കുറവ് തീർക്കേണ്ടത്? വൃത്തവും ഭാഷാശുദ്ധിയും വ്യാകരണവും എല്ലാം അസലായിട്ട് എഴുതി വച്ചിരിക്കുന്നു. നമ്മൾ വേദങ്ങളിലെല്ലാം കാണുന്ന കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ട് എഴുതി വെച്ചേക്കുന്നത്. മാനവരാശി ഉള്ളിടത്തോളം കാലം അത് നിലനിൽക്കും, മാനവരാശിക്ക് ഉപകാരപ്പെടും എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു. അദ്ദേഹം പൂന്താനത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചു. പൂന്താനത്തിന് സന്തോഷമായി. പിറ്റേ ദിവസം 100-ാം ദശകം എഴുതി മേൽപ്പത്തൂര്. അതിലാണ് 99 ദശകത്തിലും ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ വർണ്ണിച്ചപ്പോൾ ഈ 100-ാം ദശകത്തിലാണ് ശ്രീകൃഷ്ണനെ പറ്റി എഴുതിയിരിക്കുന്നത്. കൃഷ്ണ കാരുണ്യ സിന്ധു എന്നൊരു പ്രയോഗമുണ്ട്. അതവിടെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന വായിച്ചതിൻ്റെ ഒരു ഫലമായിരുന്നത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പൂന്താനം എഫക്റ്റ്, അല്ലെങ്കിൽ പൂന്താനം ഇമ്പാക്റ്റ് അങ്ങനെ പറയാം. അങ്ങനെ പൂന്താനത്തിന് വീണ്ടും അവിടെ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഗുരുവായൂരമ്പലത്തിൽ ചില എന്താ പറയുക, അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അവിടെ വൈഷമ്യങ്ങളുണ്ടായപ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞു, പൂന്താനം ഇല്ലത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക, ഇനി ഞാൻ പൂന്താനത്തിന് അവിടെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പൂന്താനം പ്രായമായി, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പോണ വഴിക്ക് ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ഗുരുവായൂരപ്പൻ തന്നെ ചെന്ന് കൂടെ പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കി. അങ്ങനെ ഗുരുവായൂരപ്പനെ അവിടെ കൃഷ്ണവിഗ്രഹത്തിൽ നിത്യവും പൂന്താനം പൂജ നടത്തുമായിരുന്നു. രാവിലെ എതിരേറ്റ് പൂജ കഴിയുമ്പോൾ ഭഗവാൻ വരും, പൂന്താനമായിട്ട് കുശലങ്ങൾ പറയുമായിരുന്നു. ഇതൊക്കെ ജന്മങ്ങൾ അപൂർവ സിദ്ധിക്കുന്നതാണ്. വില്ലുമംഗല സ്വാമിയാർക്ക് ഇങ്ങനെ ഭഗവാനെ നേരിട്ട് കാണാനും സംസാരിക്കാനും കഴിവുണ്ടായിരുന്നു. ഇത് ഭഗവാൻ തന്നെ നേരിട്ട് പൂന്താനത്തിനോട് ചെന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്നൊരവസരത്തിൽ ഭഗവാൻ പറഞ്ഞു, പൂന്താനം നാളെ സ്വർഗവാതിൽ ഏകാദശിയാണ്, എതിരേറ്റ് പൂജ കഴിയുമ്പോൾ ഞാൻ വരും, തയ്യാറായി നിൽക്കുക, നമുക്ക് ഞാൻ ഉടൽ അങ്ങയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയും. ഇത് കേട്ടവാതി കേൾക്കാത്തവാതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അപ്പോൾ ഈ പ്രായമായ മനുഷ്യൻ ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് പിച്ചും പെയ്യും പറയണതാണ്, പ്രായാധിക്യം കൊണ്ട് പറയണതാണ് എന്നൊരു ബോധം വന്നിട്ട് എല്ലാവരും അദ്ദേഹത്തെ പറയണത് ശ്രദ്ധിക്കുമായിരുന്നില്ല. പ്രായമാകുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ നാട്ടുഭാഷയിൽ പറയുന്നത് ചിഹ്നം എന്നൊക്കെ പറയും, പശ്ചിമസ് എന്നൊക്കെ പറയണവരെ എന്തോ പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പൂജയിൽ സഹായിക്കാൻ നിന്നിരുന്ന ഒരു സ്ത്രീയുണ്ട്. അവർ പറഞ്ഞു, ഭഗവാനെ അവരാണ് മാല കെട്ടി കൊടുക്കുന്നത്, അവരാണ് നെയ്ത്യത്തിനുള്ളതൊക്കെ എല്ലാം അറേഞ്ച് കൊടുക്കുന്നത്. അവർ പറഞ്ഞു, ഭഗവാനെ എപ്പോഴാണ് നാളെ വരുന്നത് എന്ന്.
എനിക്കും കൂടി വരണം. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പൂന്താനം. ബാക്കി ആരും ഇത് കേട്ടോട്ട് വെച്ചില്ല. ഇവർ മാത്രം പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇതേറ്റ് പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറുകടി ശബ്ദം കേട്ടിട്ട് പൂന്താനം പുറത്തേക്ക് ഓടി. ഭഗവാൻ വരുന്നു, ആരെങ്കിലും വരുന്നുണ്ടോ എൻ്റെ കൂടെ എന്ന് പുറത്തേക്ക് ഓടി. എല്ലാവരും പറഞ്ഞു മൂത്തു, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടില്ല. അകത്തുള്ളവർ ആരും അദ്ദേഹത്തെ ഗൗനിച്ചില്ല. പുറത്തേക്ക് ഓടി ചെന്നപ്പോൾ മറുവശത്ത് മിറ്റം അടിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീ ഓടി വന്നു. ഭഗവാനെ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ല തമ്പുരാനെ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടി വന്നു. അപ്പോൾ അവർ കാണുന്ന കാഴ്ച ഗരുഡൻ്റെ പുറത്തേറി ഭഗവാന്റെ ഒപ്പം പോകുന്ന പൂന്താനത്തിനെയാണ് കാണുന്നത്. ഇത് കണ്ടിട്ട് അവർക്ക് സഹിച്ചില്ല. അവർ ബോധം കിട്ട് അവിടെ വീണു. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് എല്ലാവരും ഓടി വന്ന് നോക്കുമ്പോൾ ഈ സ്ത്രീ അവിടെ ബോധം കെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ മുഖത്തുള്ള ലോകത്തിൽ അവരോട് ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, തമ്പുരാന്തേ മുകളിലേക്ക് പോയി, ഗരുഡൻ്റെ ഭഗവാന്റെ കൂടെ കയറി പോയി, ഞാൻ കണ്ടു. ആ സിനിമയിൽ പറഞ്ഞ പോലെ ഞാൻ കണ്ടു, ഞാനേ കണ്ടുള്ളൂ. അവർ ക്ഷണനേരം കൊണ്ട് അവരും ആ ആത്മാവ് അവരുടെ ശരീരം പിടിഞ്ഞ് പോയി, അവർ മരിച്ചു. അപ്പോൾ അവരുടെ ആത്മാവിന് സദ്ഗതി കിട്ടി, ഭഗവാനെ ദർശിക്കാൻ സാധിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് പൂന്താനത്തിൻ്റെ ചരിത്രം. ആ പൂന്താനം തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നതും എഴുതി വെച്ചുമായിട്ടുള്ള ആ ജ്ഞാനപ്പാനയിലേക്ക് വരാം. നമുക്ക് സമയക്കുറവുണ്ട്, തുടങ്ങാൻ സമയം വൈകിയതുകൊണ്ട് സമയക്കുറവുള്ളതുകൊണ്ട് വളരെ വേഗം പോവാം. ജ്ഞാനപ്പാന. ജ്ഞാനപ്പാന 2 വാക്കുകളാണുള്ളത്, ജ്ഞാനവും പാനയും. എന്താണ് ജ്ഞാനപ്പാന എന്ന് നമുക്ക് നോക്കാം. പാന എന്ന് പറഞ്ഞാൽ അതൊരു ഭദ്രകാളി സമ്പ്രദായത്തിൽ പ്രയോഗിക്കുന്ന ഒരു സംഗതിയാണ്. പള്ളിപ്പാന ഈ അടുത്ത് തൈക്കാട്ടുശ്ശേരിയിൽ നടന്നിരുന്നു. 12 വർഷം കൂടിയിട്ട് നടക്കേണ്ട കാര്യമാണത്. കുറേ നാൾ മുടങ്ങിയിട്ട് ഇപ്പോഴാണ് നടന്നത്. പള്ളിപ്പാന ഭദ്രകാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രീതിയിലാണ് പാന എന്ന് ഉപയോഗിക്കാറുള്ളത്. പൂന്താനം വള്ളുവനാട്ടിലാണ്, നാട്ടിലായിട്ടാണ് അവരുടെ ദേശദേവത തിരുമാന്താമുതലമ്മയാണ്. ഒരുപക്ഷെ അതിൻ്റെ ഒരു ഇതായിരിക്കാം. പക്ഷെ പൂന്താനോട് ഉദ്ദേശിച്ചത് ഈരടികൾ എന്ന വാക്കിൽ പാന എന്നാണ് ഉദ്ദേശിച്ചത്. ഈരടികൾ എന്നാണ് ഉദ്ദേശിച്ചത്. 2 വരി എഴുതുന്ന കവിതകൾ. ജ്ഞാനപ്പാന വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. അത് 2 വരിയായിട്ട് എഴുതിയിരിക്കുന്ന ആ വരികളൊക്കെ നമുക്ക് സാർവത്രികമായിട്ട് പല സന്ദർഭങ്ങളിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. പല കാര്യങ്ങളും നമ്മൾ സമകാലീന സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. 450 കൊല്ലം മുമ്പ് എഴുതിയാണെങ്കിലും ഇന്നും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന വരികളും അർത്ഥങ്ങളുമാണ് അതിലുള്ളത്. അപ്പോൾ പാന എന്നുള്ളത് ഒരു ഈരടി എന്ന രീതിയിലാണുള്ളത്. നിങ്ങൾ ആവോളെടുത്ത് പാനം ചെയ്യൂ എന്നും പറയാം. അപ്പോൾ പണ്ട് കാലത്ത് എങ്ങനെയാണ് ഈരടികളിലാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ ഹിന്ദിയിൽ കബീർദാസും തുളസിദാസും ഒക്കെ ദോഹ എഴുതിയിട്ടുണ്ട്. ദോഹെ ഈരടികൾ. അപ്പോൾ അതിൽ ഞാനൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. അന്ന് 86-ൽ പഠിച്ചതാണ്, ഇപ്പോഴും മറക്കൂല. അതിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മേരോ മേരോ മന അനന്ത് കഹാം സുഖഭാവേ ജയ്സെ ഉടി ജഹാസ് കി പഞ്ചി ഫിർ ജഹാസ് പേ ആവേ. ശ്ലോകമൊന്നും ചൊല്ലി പേടിപ്പിക്കണമല്ല കേട്ടോ, കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു നടുക്കടലിലെ പായ്ക്കപ്പലിലെ പായ്മരത്തിൽ നിന്ന് പറന്നുയർന്ന പക്ഷി തൻ്റെ ചിറകിനെ വിശ്വസിച്ച് പറന്നുയർന്നു. പക്ഷേ അധികം ദൂരം പറക്കാനാവാതെ തിരിച്ചാ പായ്ക്കപ്പലിൽ തന്നെ വരേണ്ടി വന്നു. കാരണം നടുക്കടലിൽ അതിന് വേറെ എങ്ങും ഇറങ്ങിയിരിക്കാനായിട്ടൊരു സ്ഥലമില്ല. അതുപോലെ ഭഗവാനെ, ഞാൻ ഭഗവാനിൽ നിന്ന് അകന്നാൽ എനിക്ക് എത്ര ദൂരം പോകാൻ പറ്റും? ഇത്ര ദൂരം മാത്രം. അതിനുശേഷം ഞാൻ തിരിച്ച് ഭഗവാനിൽ തന്നെ വരേണ്ടി വരും എന്ന് നല്ലൊരു ആശയമായതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഒന്നുകൂടിയുണ്ട് കബീർദാസ് എഴുതിയത്, ഗുരു ഗോവിന്ദ് ദോവു ഖടേ കാവു ലാഗു ഭായി. ഞാൻ ആരുടെ ഗുരുവും ഗോവിന്ദനും, ഗുരുവും ഭഗവാനും കൂടി എൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ ഞാൻ ആദ്യം ആരുടെ കാലാണ് വന്ദിക്കേണ്ടത് എന്ന്. ഞാൻ ഗുരുവിൻ്റെ കാലാണ് തൊട്ട് വന്ദിച്ചത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഭഗവാൻ ആരാണെന്നും ഭഗവാന്റെ പ്രാധാന്യം എന്താണെന്നും എനിക്ക് പറഞ്ഞു തന്നത് ഗുരുവാണ്. അതുകൊണ്ട് ഞാൻ ഗുരുവിൻ്റെ കാലാണ് തൊട്ട് വന്ദിച്ചത്. നമുക്കൊക്കെ പഠിക്കാനുള്ളൊരു പാഠമാണത്. ഗുരു. പൂന്താനം ജ്ഞാനപ്പാന തുടങ്ങുന്നത് ഗുരുനാഥനെ വന്ദിച്ചുകൊണ്ടാണ്. രു എന്നാൽ ഇരുട്ട്, ഗു എന്നാൽ അത് നിർമ്മാർജ്ജനം ചെയ്യുന്നവൻ, ഇരുട്ടിനെ മാറ്റി വെളിച്ചം തരുന്നവൻ, തമസോമാ ജ്യോതിർഗമയ, അതാണ് ഗുരു. ഗുരു എന്ന് പറഞ്ഞാൽ ഒരു പ്രായമുള്ള ഒരു വ്യക്തി ആവണമെന്നില്ല. നമ്മൾ കാണുന്ന ഒരു ശകുനം, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം, നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കൊച്ചുകുട്ടി കാണിക്കുന്ന കാട്ടായങ്ങൾ, അതും ആവാം നമ്മളുടെ ഗുരു. നമ്മളതിൽ നിന്ന് പഠിക്കണം. ഗുരു എന്ന് പറയുന്നത് നമ്മളെ ഒരു പുതിയ ആശയം പഠിപ്പിച്ചിരുന്ന ആരാണെങ്കിലും അത് ഗുരുവായിട്ട് നമ്മൾ അംഗീകരിക്കാം. അപ്പോൾ ഗുരുനാഥനെ വന്ദിച്ച് തുടങ്ങുന്ന ശ്ലോകമാണ് ജ്ഞാനപ്പാന. ഗുരുത്വമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നത്. അതാണ് പൂന്താനത്തിൻ്റെ മഹത്വം. പാന എന്താണെന്ന് പറഞ്ഞു, ഇനി ജ്ഞാനം എന്താണെന്ന് പറയാം. ഇതാണ് ജ്ഞാനപ്പാനയുടെ തത്വം, ഈ വരിയിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അജ്ഞാനം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെല്ലാവർക്കും ഏകദേശം 50 വയസ്സിന് തുകയായിരിക്കും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക്. ഈ 50 വയസ്സിൽ
ഒരു 5 വയസ്സ് കുറച്ച് പോകും, 45 വയസ്സ് വരെ, 45 വർഷമായിട്ട് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, 50 വയസ്സുകാരൻ 45 വർഷമായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ശരീരമാണ് ഞാൻ എന്നാണ്. അതാണ് ജ്ഞാനം. അപ്പം ഞാൻ ഈ ശരീരമല്ലേ? അല്ല. പിന്നെ ഞാൻ ആരാണ്? എന്നുള്ളിൽ തുടിക്കുന്ന ചൈതന്യമാണ് ഞാൻ. ആ ചൈതന്യത്തിനെ നിങ്ങൾ എന്ത് പേര് ചൊല്ലി വിളിച്ചാലും അതാണ് ഞാൻ. ഈ ശരീരമല്ല ഞാൻ, എന്നുള്ളിൽ തുടിക്കുന്ന ചൈതന്യമാണ് ഞാൻ. അതാണ് ഏറ്റവും വലിയ തത്വം. ഗീതയിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. ചാണ്ടൂക്ക് ഉപനിഷത്തില് ആരുണി പറഞ്ഞിട്ടുള്ള തത്വമാണ് തത്വമസി, അത് നീയാകുന്നു. ശബരിമലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്വാമി ചിന്മയാനന്ദൻ ചെന്നപ്പോൾ അദ്ദേഹം ഇവിടുത്തെ ആശയം കണ്ടിട്ട് പറഞ്ഞു, ഈ ഇങ്ങനെ എഴുതി വെക്കണം ഇവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി വെച്ചാണ് അത് തത്വമസി, അത് നീയാകുന്നു. എന്നുള്ളിൽ തുടിക്കുന്ന ആ ചൈതന്യമാണ് ഞാൻ. അതിന് ജനനമില്ല, മരണമില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു എന്ന് മാത്രം. ഇത് ഇന്നലെയും ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നും ഇവിടെയുണ്ട്, നാളെയും ഇവിടെ ഉണ്ടാകും. ഇന്നലെ എന്ന് പറഞ്ഞത് യുഗങ്ങൾക്ക് മുൻപേ ഇവിടെ ഉള്ള ചൈതന്യമാണ്. ഈ ചൈതന്യം സർവ്വവ്യാപിയാണ്. നിങ്ങളുടെ മുമ്പിൽ വായു എങ്ങനെയാണോ അതുപോലെ, പക്ഷേ വായു അന്തരീക്ഷം വരെയുള്ളൂ. പിന്നെ പ്രകാശം സൗരയൂഥം വരെയുള്ളത്. ഇത് ബ്രഹ്മാണ്ടം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു ചൈതന്യമാണ് എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും തുടിക്കുന്നത്. ഈ മണ്ഡലിയിലും പുൽക്കൊടിയിലും ഈ മരത്തിലും എല്ലാമുള്ള ആ ചൈതന്യം ഒന്നാണ്. ഈ തത്വം അറിയുന്നവനാണ് ജ്ഞാനി. ഇതാണ് ജ്ഞാനം. നിങ്ങളെല്ലാം നിങ്ങളുടെ മുജന്മത്തിൽ ചെയ്തിട്ടുള്ള ഏതോ ഒരു സുഹൃതം കൊണ്ടാണ് ഇന്നിവിടെ വന്നിരിക്കാനും ഇത് കേൾക്കാനും സാധിച്ചത്. എനിക്കത് പറയാനും എൻ്റെയും മുജന്മ സുഹൃതമാണ്. നമ്മുടെ എല്ലാം മസ്തിഷ്കത്തിലെ ഓരോ അറകളിൽ ഇതെല്ലാം അറിവുകളുണ്ട്. അതിനു വേണ്ട ഒരു താക്കോലിട്ട് അത് തുറക്കണം. നിങ്ങൾ ഈ ഇരിക്കുന്ന പുരുഷാരത്തിന് ഇന്നത് സാധ്യമായി. അത് ഗുരുവായൂരപ്പൻ്റെ നിയോഗമാണ്. പൂന്താനം തന്നെ കവിത പറഞ്ഞിട്ടുണ്ട്. പൂന്താനത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പൂന്താനം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും. ഗുരുവായൂരപ്പൻ്റെ ഒരു ലീല നോക്കണേ, ഇന്ന് അശ്വതി നക്ഷത്രമാണ്, പക്ഷേ ധനുമാസത്തിലാണെന്ന് മാത്രം. മകരം കുംഭം 60 ദിവസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 57 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആചരിക്കുന്നതാണ്. പൂന്താന ദിനത്തിൽ എൻ്റെ ഒരു പ്രഭാഷണം ഞാൻ എല്ലായിടത്തും നടത്താറുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വേറൊരു കളിയാണ് ഇന്ന് അശ്വതിയിൽ നീ ഇത് പറയണമെന്ന്. ഇനി അടുത്ത വികൃതി എന്താണെന്നറിയോ ഗുരുവായൂരപ്പൻ്റെ? പൂന്താനം നാളെ സ്വർഗവാതിൽ ഏകാദശിയാണ്, ഞാൻ വരും, ഗുരുവായൂരപ്പൻ വരും പൂന്താനത്തിനെ കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. നാളെ സ്വർഗവാതിൽ ഏകാദശിയാണ്, അതും ഞാനിവിടെ പറയുന്നു. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കളികളൊക്കെ ഇങ്ങനെയാണ്. ഗുരുവായൂരപ്പൻ എന്നെ പല അവസരത്തിലും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. ഭഗവാനോട് ചേർന്ന് നിന്നുകൊണ്ടാവാം, ജന്മ സുഹൃതമാകാം എനിക്ക് ആ ഭാഗ്യം കിട്ടിയത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം പോകും. നിങ്ങൾക്കൊക്കെ ഇതുപോലെ അനുഭവങ്ങളുണ്ടാവും. ഗുരുവായൂരപ്പനെ ചേർത്ത് പിടിച്ചാൽ മാത്രം മതി. ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. എന്ന് വെച്ചാൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. ഗുരുവായൂരപ്പ, ഞാൻ കുറേ നാളായാലും വന്നിട്ട്, ഞാൻ ഇന്നലെ ഉദാസനമോ കണ്ടിരുന്നു, തൊഴുതിട്ട് വന്നതാണ്. നീ എപ്പോഴാണ് വരേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ മുതുമുത്തച്ഛന് ഇതുപോലെ തിങ്കൾ ഭജനത്തിന് പോയപ്പോൾ പ്രായമായപ്പോൾ വരാൻ സാധിക്കാത്തപ്പോൾ, ഒരു കർത്താവാണ് അദ്ദേഹത്തിന്, ചേരാനുള്ള കർത്താവ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ചിറ്റൂരമ്പലം ഉണ്ടാക്കിയത്. അവിടെ ഒരു കൃഷ്ണക്ഷേത്രം ഉണ്ടാക്കി അവിടെ ഇരുന്നു, ഞാൻ അവിടെ വരാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ ഉണ്ടായത്. എൻ്റെ അമ്മയുടെ വീട്ടിലും ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്, അവിടെയും കർമ്മവർക്ക് അങ്ങനെ സുപ്രദർശനം ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്തായാലും എനിക്ക് അങ്ങനെ സുപ്രദർശനമൊന്നും ഉണ്ടായില്ല. ഞാൻ ഭഗവാനോട് ചോദിച്ചിട്ട് ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, ഈ മഹാവിഷ്ണുണ്ട്, കൃഷ്ണനുണ്ട്. ഈ കൃഷ്ണനെ ഒന്ന് കാണുമ്പോൾ, കൃഷ്ണനെ ആലുവട്ടം വെച്ച് ചന്ദനം ചാർത്തി മാലയും നിറയെ വിളക്കും ഒക്കെ ഇട്ട് കണ്ടപ്പോൾ ഞാൻ ഗുരുവായൂർ എന്ന് തൊഴണ പോലെ എനിക്ക് തോന്നിപ്പോയി. ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ അങ്ങോട്ട് ചെല്ലാൻ നോക്കിയപ്പോൾ ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് വന്നിരുന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കടമാട്ട് ദേവർ എന്നാണ് ആ പ്രതിഷ്ഠയുടെ പേര്. എൻ്റെ അമ്മൂമ്മ പറഞ്ഞെനിക്ക് കേട്ടാ, കടമാട്ട് ദേവർ എന്നാണ് പണ്ട് എല്ലാവരും പറഞ്ഞിരുന്നത്. അതിനുശേഷം ശ്രീകൃഷ്ണൻ എന്നൊരു ബോർഡ് അവിടെ വന്നു. അതിനുശേഷം അത് കൃഷ്ണനായിട്ടാണ് എല്ലാവരും കാണുന്നത്. കൃഷ്ണൻ തന്നെയാണ്. അവിടെ 108 ഇല്ലങ്ങളുണ്ടായിരുന്ന ഏതോ ഒരു ഇല്ലത്ത് പൂജിച്ചിരുന്ന വിഗ്രഹമാണത്. അവിടെ കൊണ്ടൊക്കെ സ്ഥാപിച്ചതാണ്. ആ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ്റെ ഇന്നും പോയി കണ്ടോളൂ നിങ്ങൾ. എത്ര ഭംഗിയോടെ ഗുരുവായൂരപ്പൻ തന്നെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആ അഴിവാതിൽ തുറന്നു വെച്ച് ഗുരുവായൂരപ്പനെ ഞാൻ സ്തുതിക്കാനുള്ള കീർത്തനങ്ങളൊക്കെ ചൊല്ലി ഗുരുവായൂരപ്പനെ കണ്ണറയെ കണ്ടിട്ടാണ് ഞാൻ പോയത്. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് അങ്ങനെ തോന്നി, ഗുരുവായൂരപ്പനെ കാണിച്ചു തന്നു. ഇതുപോലെ ഒരുപാടുണ്ട് പറയാനായിട്ട്. അപ്പോൾ തത്വത്തിലേക്ക് വരാം. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ തുടിക്കുന്ന ചൈതന്യമാണ്. അത് ഇന്നലെയും ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നും ഇവിടെയുണ്ട്, നാളെയും ഇവിടെ ഉണ്ടാവും. അതിന് ജനനമില്ല, മരണമില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. അതാണ് തത്വം. ഒന്ന് പൂന്താനം
ഗുരുനാഥനെ വന്ദിച്ച് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ ശേഷം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്ന് ഏതും അറിയില്ല. ഇന്നലെ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. ശരിയാണ്, ഇന്നലെ ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു, അന്ന് എന്താണെന്ന് എനിക്കറിയില്ല. അതിനുശേഷം എൻ്റെ ബാല്യം, കൗമാരം അതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല. ഈ നിമിഷത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ നിമിഷത്തിൽ ഞാൻ ഭഗവാന്റെ കഥകൾ നിങ്ങളോട് പറയുന്നു. ഒരു സന്തോഷമുണ്ട്. നമ്മളുമെല്ലാം ഈ ഒരു നിമിഷത്തിലാണ് ജീവിക്കുന്നത്. ഈ ഒരു തത്വം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ അടുത്ത് ഞാൻ ഒന്നിൽ കൂടുതൽ വീഡിയോ കാണാനിടയായി. ജിമ്മിൽ നിന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന പയ്യന്മാർ മറിഞ്ഞു വീണ് മരിക്കുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നവർ മറിഞ്ഞു വീണ് മരിക്കുന്നു. അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കാർക്കും പറയാൻ പറ്റില്ല. അന്ന് 450 കൊല്ലം മുമ്പ് ഊന്നാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നും അത് സത്യമാണ്. നമ്മുടെ നഗരത്തിലെ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യത്തിൻ്റെയും നടുക്ക് നിന്ന് ശസ്ത്രക്രിയ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ മറിഞ്ഞു വീണ് മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു. അവന് ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ സാധനങ്ങളും അവിടെ റെഡിയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് രക്ഷിക്കാൻ സാധിച്ചില്ല. അതാണ് നമ്മൾക്ക് അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കുക. ഈ നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഉത്തരവാദിത്വം കാണിക്കണം, നിങ്ങളോട് ബന്ധപ്പെട്ടവരോടും. അതാണ് പൂന്താനം ഇതിനിടയ്ക്ക് ഒരു വരിയിൽ പറയുന്നുണ്ട്, അച്ഛനും പുനരമ്മയ്ക്കും പോലും ഉണ്മാൻ കൊടുക്കുന്നില്ല ചിലർ, അഗ്നിസാക്ഷിയായി ഭാര്യയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർന്ന്. ഇവിടെയാണ് നമ്മൾ തത്വബോധത്തിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് അത് ഉപയോഗിക്കേണ്ടത്. ഒരു ദിവസത്തിൽ 60 നാഴികയുണ്ട്. ഒരു നാഴിക നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഈ ചൈതന്യത്തിനെ ധ്യാനിക്കാൻ നിങ്ങൾ മാറ്റിവെക്കണം. രാവിലെയും വൈകിട്ടും കൂടി ഒരു നാഴിക. ഒരു നാഴിക എന്ന് 24 മിനിറ്റാണ്. 12 മിനിറ്റ് രാവിലെ, 12 മിനിറ്റ് വൈകിട്ടും. ചുരുങ്ങിയ സമയമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാം. ചെയ്യുന്നവരുണ്ടാവാം. ഒന്നുകൂടി നല്ലവണ്ണം ചെയ്യുക. രാവിലെ എല്ലാവരുടെയും വീട്ടിൽ നിലവിളക്ക് എത്തിക്കുന്നവരാണ്. ആ നിലവിളക്ക് നോക്കി ധ്യാനിക്കുക. ആ ദീപനാളത്തിലേക്ക് നോക്കി ഫോക്കസ് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ദീപനാളത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ചുവന്ന നിറം കാണാൻ പറ്റും. വേറൊന്നും നിങ്ങൾ കാണില്ല. ഏകാഗ്രത കൈവരിക്കണം. ഏകാഗ്രത കൈവരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കും. കലങ്ങിയ ഒരു വെള്ളത്തിൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? വെള്ളം തെളിഞ്ഞാൽ എല്ലാം അടി കിടക്കുന്നതും കാണാം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലെ ആ കലക്കം മാറ്റാനായിട്ട് ഏകാഗ്രത ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം സ്ട്രെസ്സുകളാണ് അനുഭവിക്കുന്നത്, എന്തെല്ലാം തരത്തിലുള്ള വെല്ലുവിളികളാണ്, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അടുത്ത നിമിഷം വരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വെല്ലുവിളികളെ നേരിടാനായി നമ്മളെ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ സജ്ജമാക്കണം. അതിന് ഏകാഗ്രത ആവശ്യമാണ്. ഒരു നാഴിക രാവിലെ, ഒരു നാഴിക വൈകിട്ടും ഏകാഗ്രതയോടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദേവതയെ ഭജിക്കൂ, ഇഷ്ടപ്പെട്ട നാമങ്ങൾ ചൊല്ലൂ. അത് തുടങ്ങിയാൽ നിങ്ങൾക്ക് അറിയാതെ തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് ജ്ഞാനങ്ങൾ വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു വാക്കോ ഒരു സ്ഥലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണുന്നതല്ല അത് തന്നെയായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. യുഗങ്ങൾക്ക് മുമ്പ്, ഇതൊരു പുണ്യസങ്കേതമാണല്ലോ, ദ്വാപരയുഗത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം മുതൽ എത്രയോ മഹാനുഭാവന്മാരിവിടെ വന്നു പോയിട്ടുണ്ടാവാം, അറിവുള്ള മഹത്തുക്കൾ. അവർ ഈ ഭൂമിയിൽ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഇന്നുമുണ്ട്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം ആ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മളിലേക്ക് അടുക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് കാണുമ്പോൾ വീണ്ടും വീണ്ടും അത് കാണാൻ തുടങ്ങും, കേൾക്കാൻ തുടങ്ങും. അതിൻ്റെ രഹസ്യം ഇതാണ്. എൻ്റെ ഉള്ളിൽ ചെറുപ്പകാലം തൊട്ടുള്ള സംശയങ്ങളായിരുന്നു. ഞാനൊരു ഗുരുനാഥനെ കണ്ടപ്പോഴാണ് എനിക്ക് ഗുരുനാഥൻ്റെ വാക്കിലൂടെ ഇതൊക്കെ മനസ്സിലായത്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചിക്കാഗോയിൽ നടത്തിയ വിവേകാനന്ദൻ്റെ പ്രസംഗ അന്തരീക്ഷത്തിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ വേർതിരിച്ചെടുത്ത്, കുറച്ചൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ, പക്ഷെ മുഴുവൻ കേൾക്കാൻ വേണ്ടിയിട്ട് വേർതിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. താമസിയാതെ നിങ്ങളതും കേൾക്കും. പണ്ട് ദ്വാരക വെള്ളത്തിനടിയിലാണ് പോയതെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ദ്വാരകയുടെ അടിയിൽ പോകാനായിട്ട് ഇപ്പോൾ അവിടെ സംവിധാനമുണ്ട്. സേതുബന്ധനം ഇപ്പോഴുണ്ട്. ഇതൊക്കെ ചരിത്ര ശേഷിപ്പുകളാണ്. അതുപോലെ ആണ് ഈ കാര്യം. അപ്പോൾ നിങ്ങൾ ഒരു നാഴിക രാവിലെയും ഒരു നാഴിക വൈകുന്നേരവും നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. ഈ ഒരു നിമിഷം നിങ്ങൾക്കുള്ളൂ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരു നാഴിക നേരം, ഇപ്പോൾ രാവിലെ പറ്റുമെന്ന് പറഞ്ഞാൽ വൈകിട്ട് കുടുംബത്തോടൊപ്പം ഇരിക്കണം. ഉദാഹരണം പറയുന്നുണ്ട്, അച്ഛനും പോലും അമ്മയ്ക്കും പോലും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർന്ന്. എന്ന് വെച്ചാൽ അത് ഉണ്ണാൻ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവർ കാണുന്നില്ല. ഇന്നത്തെ ജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക്
സംസാരിക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. അച്ഛനും അമ്മയും മാത്രമായിട്ടുള്ള വീടുകളാണ് ഇപ്പോൾ കൂടുതൽ. അപ്പോൾ ആരാണെങ്കിലും വീട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം ഇരുന്ന് സംസാരിക്കണം. കുടുംബ ഇമ്പം എന്നൊക്കെ പറയുമെങ്കിൽ അതുപോലെ തന്നെ ആക്കിയെടുക്കണം. മുമ്പൊക്കെ പവർക്കെട്ടുള്ള സമയത്ത് ആളുകൾ ഒന്നും നോക്കാതെ ഇരുന്ന് വർത്താനം പറയുമായിരുന്നു. ഇപ്പോൾ യന്ത്രങ്ങളാണ് എല്ലാവരുടെയും കയ്യിൽ. യന്ത്രങ്ങളുടെ അടിമകളാണ് നമ്മൾ. പലതരത്തിലുള്ള യന്ത്രങ്ങൾ. മൊബൈൽ ഫോണിന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചിലർക്ക് വാഹനം ഭ്രാന്താണ്, വണ്ടിയിലാണ്. ഇപ്പോൾ ഈ യന്ത്രങ്ങളുടെ അടിമകളായ നമ്മൾ ആ യന്ത്രമൊക്കെ മാറ്റിവെച്ച് ജീവിക്കണം. നമ്മളുടെ കുടുംബാംഗങ്ങളോടുകൂടി സംസാരിച്ച് പല കാര്യങ്ങളും സംസാരിക്കണം. അന്ന് നടന്ന സംഭവങ്ങൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം. നിങ്ങളുടെ ഒരു വെല്ലുവിളിക്ക് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിന് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ അംഗമായിരിക്കും ചിലപ്പോൾ ഒരു പരിഹാരം തരുന്നത്. അത് ദൈവമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗുരു എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വം മാത്രമല്ല, പലതും. നിങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും പരിഹാരങ്ങളുണ്ടാവും. കൂടി അപ്പോൾ അടുത്ത വരിയിൽ പറയുന്നത്, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിമിഷമാകാം, കഴിഞ്ഞ മണിക്കൂറാവാം, കഴിഞ്ഞ ദിവസമാകാം, കഴിഞ്ഞ മാസമാകാം, കഴിഞ്ഞ വർഷമാകാം. എന്നാൽ പൂന്താനം ഇവിടെ പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞ ജ്ഞാനപ്പാന വളരെ സരളമായിട്ട് എഴുതിയേക്കുന്നതിന് ചില കാര്യങ്ങൾ നമുക്ക് മറ്റുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയാലും മനസ്സിലാവുള്ളൂ. ഇന്നലെയോളം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് കഴിഞ്ഞ ജന്മമാണ്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, വേറെ ജന്മത്തിൽ, വേറെ ശരീരത്തിൽ, വേറെ ഭാവത്തിൽ. അന്ന് ഞാൻ ആനയായിരുന്നോ, പൂച്ചയായിരുന്നോ, ആടായിരുന്നോ ഒന്നും അറിയില്ല. എനിക്ക് ഇന്നലെയോളം അതാണ് ഇന്നലത്തെ കാര്യം, ഒന്നും നമുക്കറിയില്ല. ഇനിയുണ്ട്. തഞ്ചാവൂർ മറ്റേ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോയാൽ ഓല വായിച്ച് നമുക്കറിയാം. അതും ലക്ഷത്തിൽ ഒരാൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ, സത്യം. അപ്പോൾ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നില്ല. അടുത്ത ജന്മം എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നലത്തെ ജന്മം, എൻ്റെ കഴിഞ്ഞ ജന്മം എന്താണെന്ന് അറിയില്ല, അടുത്ത ജന്മം എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ ഈ നിമിഷത്തിലാണ് ഞാൻ ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ജന്മം, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ നിമിഷം ധന്യമാക്കാനാണ് പറഞ്ഞത്. ഉദാഹരണം പറയുന്നത് ഈ ജന്മം ധന്യമാക്കാനാണ്. എങ്ങനെ? അതിലേക്കാണ് വരുന്നത്. ഇന്നീ കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്നറിഞ്ഞില്ല. എന്ത് വേണേൽ സംഭവിക്കാമെന്ന് തടിക്ക്. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നിർത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും. മാളിക എന്ന് വെച്ചാൽ അന്നക്കാലത്ത് 450 വർഷങ്ങൾക്ക് മുമ്പെഴുതിയ കഥയാണ്. അന്ന് രാജാക്കന്മാർക്ക് മാത്രമാണ് മാളികകൾ ഉണ്ടായിരുന്നത്. തൻ്റെ പിടിപ്പുകേടുകൊണ്ട്, അതായത് അധികാര ദുർവിനിയോഗം കൊണ്ടും മുന്നും പിന്നുമില്ലാതെ പ്രവർത്തിച്ചതുകൊണ്ടും അദ്ദേഹം കുത്തുവാളയെടുക്കേണ്ട അവസ്ഥ വന്നത്. അന്ന് നമ്മളിന്നത്തെ പോലെ സൂട്ട്കേസും പെട്ടിയും ബാഗൊന്നുമില്ല. എല്ലാം ഒരു തുണിയിൽ ഭാണ്ഡം പോലെ കെട്ടിയാണ് കൊണ്ട് നടക്കേണ്ടത്. അപ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലെങ്കിൽ അത് മാത്രമായിട്ട് ഭാണ്ഡവും കെട്ടി നടക്കേണ്ട അവസ്ഥ വന്നു. ആർക്ക്? രാജാവിന് പോലും. എന്തുകൊണ്ട്? അതുപോലെ തന്നെയാണ് 2-4 ദിനം കൊണ്ടൊരു തന്നെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ഞാൻ ഈ ഓണക്കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു ദിവസം എൻ്റെ കുറേ കൂട്ടുകാർ ഒരുപോലെ വിളിക്കണം. അപ്പോൾ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഞാൻ പിന്നെ ഒരാളുടെ ഫോൺ അറ്റൻഡ് ചെയ്തതിന് ശേഷം, സത്യേട്ടനാണല്ലേ ലോട്ടറി അടിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. എന്ത് ലോട്ടറി? അല്ല, ഓണം ബമ്പർ. ഞാൻ അറിഞ്ഞില്ല. ഈ നാട്ടിലിങ്ങനൊരു സംഭവം നടന്നു. നമ്മുടെ നരസിംഹൻ്റെ നാട്ടിൽ നിർത്താൻ തിരുവനന്തപുരം മണ്ണിൽ വന്ന ഒരു കുറിയെടുത്തു. അദ്ദേഹത്തിനെ 2 ദിവസം കൊണ്ട് ഭഗവാൻ കോടീശ്വരനാക്കി. അപ്പോൾ ഇതാരാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ നെട്ടൂരുള്ളവരെ അറിയാവുന്നവർ മുഴുവൻ വിളിച്ചു വെച്ചിട്ടുണ്ട്. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ടാവാം. അവർ പലരും തീരുമാനിച്ചത് അദ്ദേഹത്തിനെ അടിച്ചത്, ആ പെടിനെ അടിച്ചത് എന്നൊക്കെ പോലെ. അപ്പോൾ എൻ്റെ വീട്ടിൽ വിളിച്ചപ്പം വീട്ടിൽ നിന്ന് പറയുകയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ നിർത്തിയില്ല, അവിടെ മുഴുവനും പത്രക്കാരാണെന്ന്. എന്താണ് ആ വീട്ടിൻ്റെ വഴിയിലുള്ളൊരു കുട്ടിക്കാണ് അടിച്ചതെന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിൽ ചെന്നു. അവരവിടെ നിന്ന് ഓടിച്ചു. ഞാൻ ഈ പോലീസിനെ വിളിക്കും, ഞാൻ ഓട്ടറിൽ നിന്ന് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മുമ്പിലുള്ളൊരു ദൃഷ്ടാന്തമാണത്. 2-4 ദിനം കൊണ്ടൊരു തന്നെ തണ്ടിലേറ്റി നടന്നതാണ്. നനച്ചിരിക്കാതെ ഭാഗ്യം വന്നു ചേരുന്നു. അതുപോലെ നനച്ചിരിക്കാതെ നഷ്ടപ്പെടുന്നു പലതും. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. അത് നേരത്തെ പറഞ്ഞതിൻ്റെതാണ്. പെട്ടെന്ന് ഒരാളെ കാണാതാവുന്നുണ്ട്. 2-4 ദിനം കൊണ്ടൊരു തന്നെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക പോളേറിയ മണ്ണിൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. കണ്ടാലൊട്ടറിയുന്നു ചിലരിത്, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പാഠം പഠിച്ച് ജീവിക്കും, അല്ലേ? ഒരാൾക്ക് ഒരു അധോഗതി വന്നാൽ, അയ്യോ അയാൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ വന്നത്, അതുകൊണ്ട് ഞാൻ ജാഗ്രതയോടെ ജീവിക്കണം എന്ന് ഞാൻ വിശ്വസിക്കും. അല്ലെങ്കിൽ അതുപോലെ ഞാൻ പ്രവർത്തിക്കും. അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാൾ, അദ്ദേഹം പഠിച്ച് മികച്ച നിലയിലെത്തി കഴിയുമ്പോൾ അത് കണ്ടും നമ്മൾ ആസ്വദിക്കും, അല്ലേ? അദ്ദേഹം അങ്ങനെയാണ്
കഠിനാധ്വാനം ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്നത്തെ ജീവിത നിലവാരത്തിലേക്ക് എത്തിയത്. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. എന്നാലും കണ്ടാലും തിരിയാ ചിലർക്ക് ഏതുമേ, ഇതൊക്കെ കൺമുന്നിൽ കണ്ടാൽ പോലും തിരിയാറില്ല. ഇനി ഇന്നത്തെ സന്ദർഭത്തിൽ ഞാൻ പറയാം, ഇന്ന് നമ്മുടെ യുവജനത ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു വിഷയമാണ് പ്രമേഹം എന്ന അസുഖം. അപ്പോൾ പ്രായമുള്ളവർ നീ അധികം മധുരം കഴിക്കില്ലേ, മധുരം മാത്രമല്ല നമ്മൾ ഭക്ഷണം തന്നെ നിയന്ത്രിക്കണം, നല്ല വ്യായാമവും വേണം. ഇതവർ പറഞ്ഞാലൊന്നും ഇന്നത്തെ യുവതലമുറ കേൾക്കാറില്ല. ഒരു വിഭാഗം ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, ശരിയാണ്, പക്ഷേ മറ്റൊരു വിഭാഗം നേരെ തിരിച്ചാണ്. പണ്ടൊക്കെ മനുഷ്യന് ഭക്ഷണം കുറവായിരുന്നു, അധ്വാനം കൂടുതലായിരുന്നു. ഇന്നിപ്പോൾ അധ്വാനമില്ല, തീന്മേശയിൽ ഇരിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. പുറത്തേക്ക് ഇറങ്ങിയാൽ ബൈക്കിൽ കയറിയിട്ടേ പോവുള്ളൂ, അപ്പോൾ അല്ലെങ്കിൽ വണ്ടിയിൽ കയറിയിട്ടേ പോവുള്ളൂ, നടക്കുന്ന പോലുമില്ല. അപ്പോൾ അധ്വാനം കുറഞ്ഞു, ഭക്ഷണം കൂടി എന്ന് വെച്ചാൽ 1, 2, 3, 4 തവണ കൂടി എന്ന് തന്നെ പറയാം പണ്ടത്തെ കണക്ക് വെച്ചിട്ട്. പണ്ടത്തെ കണക്ക് ആൾക്കാരുടെ ആരോഗ്യം ഒന്നുമില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 100 കിലോ ചാക്കൊക്കെ എടുത്ത് തോന്നുന്നുണ്ട് വീട്ടിലേക്ക് ആൾ വരുമായിരുന്നു. ഇപ്പോൾ 50 ചാക്കിൻ്റെ സിമെൻറ്റ് പൊക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെയായിപ്പോയി, ശീലിക്കുന്നില്ല, ഭക്ഷണം കൂടുതലാണ് കഴിക്കുന്നത്. അപ്പോൾ പ്രമേഹമാണ്, നീ മധുരം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മൂത്തവർ പറഞ്ഞാൽ കേൾക്കാറില്ല. പക്ഷെ അവൻ അനുഭവിക്കുമ്പോഴാണ് അവൻ അറിയുന്നത്. അതൊരു സ്ലോ കില്ലറാണ്. പതുക്കെ പതുക്കെയാണ് അതെല്ലാവരും ജീവിതത്തിൽ അത് അഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ കേൾക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. കണ്ടാലൊട്ടറിയുന്നു ചിലരത്, കണ്ടാലും തിരിയാ ചിലർക്ക് ഏതുമേ, കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുന്നേ കണ്ടിട്ട് അറിയുന്നത് ചിലർ. നമ്മൾ കണ്ടതുപോലും സത്യമല്ല എന്ന് ചിലരൊക്കെ മുന്നേ അറിയുന്നു, കണ്ടത് സത്യമല്ല എന്ന് തിരിച്ചറിയുന്നു. അതിൻ്റെ ഉദാഹരണം പറയാം, എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ 2 കൊല്ലം മുമ്പ് എൻ്റെ മക്കളോട് ചോദിച്ചു, ഒരു പ്രപഞ്ച സത്യം പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മൂത്താൾ പറഞ്ഞു, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഒരളി പറഞ്ഞു കഴിഞ്ഞത് മരണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ചാടി എടുത്തു. ഞാൻ 2 പേർക്കും വിശദീകരിച്ചു കൊടുത്തു, ഇത് നിങ്ങൾക്കും കൂടി അറിയാൻ വേണ്ടി പറയുകയാണ്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു, സത്യമാണ് അല്ലേ? ഈ സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാണ് ഇത് പറയുന്നത്. ആർക്ക് സത്യമാണ്? ഭാരതത്തിൽ ജീവിക്കുന്ന നമുക്ക് സത്യമാണ്, അല്ലെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് സമീപം താമസിക്കുന്നവർക്ക് സത്യമാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു. പക്ഷെ ദക്ഷിണായനത്തിൽ നോക്കിയാൽ സൂര്യൻ വീണ്ടും തെക്കോട്ട് നീങ്ങി പോകുന്നത് കാണാം. തെക്കോട്ട് നല്ലോണം നീങ്ങും, പക്ഷെ ഉത്തരായനത്തിൽ അധികം ഇടകോട്ട് നീങ്ങില്ല. കാരണം നമ്മൾ ഉത്തര ധ്രുവത്തിലാണ് നമ്മളുടെ ഭൂമിയുടെ പൊസിഷൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, പോളണ്ടിൽ കുറച്ച് സമയമുണ്ടായിരുന്നു. പോളണ്ടിലൊരു കഥ പറഞ്ഞു. അവിടെ സൂര്യൻ ഉദിക്കുന്നത് ചിലപ്പോൾ 11 മണിക്കാണ്, ഉച്ചയ്ക്ക് 2 മണിക്ക് സൂര്യൻ അസ്തമിക്കും. അത് എവിടെ നിന്ന് ഉദിച്ച് എങ്ങോട്ട് പോകുന്നു നമുക്ക് മനസ്സിലാവില്ല. അതിന് തെക്ക് മുടക്കുന്ന മനസ്സിലാവില്ല അവിടെ. പിന്നെ യാത്രയിലാണെങ്കിൽ ഒട്ടും അറിയില്ല. അതുപോലെ തന്നെയാണ് രാത്രിയിൽ. രാത്രി വൈകിട്ട് 2 മണി 3 മണിയാകുമ്പോൾ സൂര്യൻ അസ്തമിച്ചാൽ സൂര്യൻ ഉദിക്കുന്നത് രാവിലെ 11 മണിക്കാണ്. രാത്രിക്ക് ദൈർഘ്യം കൂടുതലാണ്. ഇപ്പോൾ ദക്ഷിണായനത്തിൽ. ഉത്തരായനത്തിലേക്ക് വരുമ്പോൾ പകലാണ് കൂടുതൽ. വെളുപ്പിന് 3 മണിക്ക് സൂര്യൻ ഉദിക്കും, രാത്രി 11 മണിക്ക് സൂര്യൻ അസ്തമിക്കുള്ളൂ. അത് ഉദിക്കുന്നത് കിഴക്കല്ല പടിഞ്ഞാറല്ല അസ്തമിക്കുന്നത്. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് ഇരിക്കുന്നിടത്തുകൊണ്ട് നമുക്കിത് ഈ പോട്ടെ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇരിക്കുന്നവർക്ക് ഉദയമുണ്ടോ അസ്തമയമുണ്ടോ? അപ്പം അതൊരു പ്രപഞ്ച സത്യമല്ല, നമ്മളിരിക്കുന്ന ഇവിടെ നമുക്ക് സത്യമായിട്ട് തോന്നുന്നു. സത്യം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മാറ്റമില്ലാത്തത്. അതെന്താണ്? അത് ബ്രഹ്മമാണ്. നമ്മുടെ ഉള്ളിൽ കുടിക്കുന്ന ആ ചൈതന്യം ഒരു കാലത്തും മാറ്റമില്ല. അതിന് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് പോകുന്നെങ്കിലും അത് എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം മരണം പറഞ്ഞു. മരണം ഇങ്ങനെ തന്നെയല്ലേ? നമ്മൾ മുഷിഞ്ഞ വസ്ത്രം മാറി പുതിയ വസ്ത്രം ധരിക്കുന്ന പോലെയുള്ളൂ. ഇത് ആത്മാവ് വരുന്നു പോകുന്നു, അതിനാണ് ജന്മം മരണം എന്ന് പറയുന്നത്. ഈ തത്വം നമ്മൾ ഉൾക്കൊണ്ടാൽ നമുക്ക് മരണഭയം ഉണ്ടാവില്ല, മരണത്തിൽ വേദനയും അധികമായി ആസ്വദിക്കുന്നത്. ഈ ശരീരത്തിനെ സ്നേഹിച്ചുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, ഒരു കാലത്തും മാറ്റമില്ലാത്തത്. പല വാക്കുകളും നമ്മൾ സാന്ദർഭികമായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ ശരിക്കല്ല മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇന്ന് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഭയങ്കരം. എനിക്ക് ഗുരുവായൂരപ്പനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയും. ഈ ഭയങ്കരം എന്നുള്ള അർത്ഥത്തിൽ ഭയം അങ്കുരിക്കുന്നത്, ഭയം ഉണ്ടാകുന്നത് എന്നാണ്. അപ്പോൾ പാൽപ്പായസം ഭയം ഉണ്ടാക്കുന്നതാണോ? ഗുരുവായൂരപ്പൻ ഭയം ഉണ്ടാക്കുന്നതാണോ? അല്ലല്ലോ. വളരെയധികം എന്ന വാക്കിന് പകരമായിട്ട് ഭയങ്കരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഒരു ദിവസം നിങ്ങൾ 4-5 പ്രാവശ്യം കേൾക്കേണ്ടി വരുന്നത്. അത് തെറ്റായൊരു പ്രയോഗമാണ്. ഞാൻ ഉത്തരേന്ത്യയിലെ ഒരാളെ ഫോൺ വിളിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടത് കുച്ച് സമയ ബാത് പ്രയാസ്കരവും. ആൾ ബിസിയായിരുന്നു. അപ്പോൾ പ്രയാസ്കരം എന്ന് വെച്ചാൽ, പ്രയാസം എന്ന് വെച്ചാൽ നമുക്കെന്താണ്? കഷ്ടപ്പെടുക എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഹിന്ദിയിൽ പ്രയാസം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ചത് ശ്രമിക്കൂ എന്നാണ്. സംസ്കൃതത്തിൽ നിന്നാണ് എല്ലാ ദേവനാഗരി ഭാഷയുണ്ടായത്. അതിന് പ്രാദേശികമായി ഭേദങ്ങളുണ്ട്.
സാവധാൻ എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ ശ്രദ്ധിക്കൂ, അറ്റൻഷൻ എന്നാണ്. നമുക്ക് സാവധാനം വെച്ചാൽ സാവധാനം, പതുക്കെ എന്നാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ സത്യം എന്നത് ബ്രഹ്മം അത് തന്നെ, ഒരു കാലത്തും മാറ്റമില്ലാത്ത ഒന്ന്, അതാണ് സത്യം. ജഗത് മിഥ്യ, ഈ ജഗത്ത് മുഴുവൻ മിഥ്യയാണ്, മായയാണ് എന്ന് പറയും. നമ്മളിരിക്കുന്നത് ഞാൻ നീ കാണുന്നില്ലേ, എനിക്ക് കാണാമല്ലോ, ഇതൊന്നും മായ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ വിശ്വസിക്കും. എൻ്റെ ഉള്ളിലെ സംശയമായിരുന്നു. അതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ബുദ്ധിക്ക് ബോധ്യം വന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചാൽ മതി. നമ്മുടെ പുരാണങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ്. രാമായണത്തിൽ പാർവതി ദേവി ഭഗവാനോട് ചോദ്യം ചോദിക്കുകയാണ്, ഓരോ സംശയങ്ങൾ ചോദിച്ചാണ് പോകുന്നത്. ഭഗവത്ഗീതയിൽ കൃഷ്ണനും അർജുനും തമ്മിലുള്ള സംഭാഷണത്തിലാണ് അർജുനൻ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സനാതനധർമ്മത്തിൽ മാത്രമാണ് ആ സ്വാതന്ത്ര്യമുള്ളത്. ചോദിച്ച് മനസ്സിലാക്കി ബുദ്ധിക്ക് ബോധ്യപ്പെട്ട സത്യമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സനാതനം എന്ന് പറയുന്നത്. ഒരു കാലത്തും നശിക്കാത്തത് സനാതനധർമ്മം. നമ്മുടെ ഋഷിമാർ യുഗങ്ങൾക്ക് മുമ്പേ, യുഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 യുഗം ഉണ്ടായിരുന്നു. ആദ്യം സത്യയുഗം, പിന്നെ ത്രേതായുഗം, ദ്വാപരയുഗം, ഇപ്പോൾ കലിയുഗം. സത്യയുഗമായിരുന്നു ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. അന്ന് സത്യം മാത്രമാണ് നിലനിന്നിരുന്നത്. 4 അംഗങ്ങളുണ്ട്. ഈ 4 അംഗവും ധർമ്മത്തിൽ അധിഷ്ഠിതമായിരുന്നു. അന്ന് 60,000 കൊല്ലം യാഗം നടത്തിയാലാണ് മോക്ഷം കിട്ടുക. പിന്നീട് ത്രേതായുഗത്തിൽ വന്നപ്പോൾ സത്യയുഗം 4800 വർഷം. 4800 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷമല്ല, ദേവവർഷം. നമ്മളുടെ ഒരു വർഷമാണ് ദേവന്മാർക്ക് ഒരു ദിവസം. അങ്ങനെ 360 വർഷം വരണം ദേവന്മാർക്ക് ഒരു വർഷമാവാൻ. ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര കാലയളവാണ്. അതുകൊണ്ടാണ് എല്ലാ വർഷവും ഉത്സവം നടക്കുന്നത്. അപ്പോൾ ദേവന്മാർക്ക് എല്ലാ ദിവസവും ഉത്സവമാണ്. 365 ദിവസം കഴിയുമ്പോഴാണ് അവർക്കൊരു വർഷമാവുന്നത്. അങ്ങനെ 360 വർഷം കഴിയുമ്പോഴാണ് ദേവന്മാർക്ക് ഒരു വർഷമാവുന്നത്. അതുകൊണ്ടാണ് മകരസംക്രാന്തി മുതൽ പകലും കർക്കിടകം മുതൽ രാത്രിയുമായിട്ട് ദേവന്മാർക്ക് ആചരിക്കുന്നത്. നമ്മുടെ പൂജകളെല്ലാം അതനുസരിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കർക്കിടകത്തിൽ നമ്മൾ കർക്കിടവാവിന് പിതൃതർപ്പണം നടത്തുന്നത് അതുകൊണ്ടാണ്. ഏത് നിത്യപൂജയില്ലാത്ത ക്ഷേത്രത്തിലാണെങ്കിലും വർഷത്തിൽ 2 പ്രാവശ്യം പൂജ നടത്തും. അതിൻ്റെ കഥ ഇതാണ്, രാവും പകലും എന്നുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ അത്രയും വർഷം. അപ്പോൾ ഏകദേശം 43 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് സത്യയുഗം തുടങ്ങിയത്. അതിനുശേഷം ത്രേതായുഗം. അപ്പോൾ 4800 വർഷമാണ് സത്യയുഗം, 3600 വർഷമാണ് ത്രേതായുഗം, 2500 വർഷമാണ് ദ്വാപരയുഗം, 1200 വർഷമാണ് കലിയുഗം. ഏത് ദേവവർഷം. 1200 ഗുണം 360, 4,32,000 അടുത്ത് വരും. അതിൽ 5000 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും 4000 അധികം ലക്ഷം വർഷങ്ങൾ ഇനിയും ബാക്കിയുണ്ട് കലിയുഗം തീരാൻ. ആലോചിച്ച് നോക്കൂ, ഈ കാലയളവ് ഇതാണ്. അപ്പം നമ്മൾ ഈ എല്ലാം മായയാണെന്ന് പറഞ്ഞാൽ ആ യുഗത്തിലുണ്ടായിരുന്ന സാധനങ്ങളൊന്നും ഇന്നില്ല. എന്തിന്? 2 വർഷം മുമ്പ് കണ്ട അമ്പലമല്ല ഇന്നത്തെ അമ്പലം, അല്ലേ? എന്തോരം മൂടി പിടിപ്പിച്ചിട്ടുണ്ട്, ഇത്ര ഭംഗിയായിരുന്നു. ഇപ്പോൾ ഇന്നലെ കണ്ട ഞാനല്ല ഇന്ന്, മാറ്റങ്ങൾ പറ്റും. കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുന്നേ കണ്ടിട്ടറിയുന്നതോ ചിലർ. പിന്നെ പറയുന്നു, ചുഴന്നീടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നീടും നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കൾ ഒരു പരമാർത്ഥം അരുൾ ചെയ്തു, എളുതായിട്ട് മുക്തി ലഭിപ്പാനായി ചെവി കൊണ്ടത് കേൾപ്പിനെല്ലാവരും. ഒന്നാൻ എഴുതിയിരിക്കണം. നമ്മളെല്ലാവരും മുക്തി നേടാനാണ് ജീവിക്കേണ്ടത്. എന്താണ്? ജന്മവും പുനർജന്മവും ജന്മവും പുനർജന്മമായിട്ട് പോവുകയാണ്. അവിടെ പുനർജന്മമില്ലാതെ ഭഗവാനിൽ അലിഞ്ഞു ചേർന്ന് മോക്ഷം നേടാൻ, മുക്തി നേടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഈ ജന്മത്തിൽ. അതാണ് അടുത്ത തത്വം പറയുന്നത്. ചുഴന്നീടുന്ന സംസാര ചക്രത്തിൽ, അതായത് ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുന്നു, അതുകൂടാണ്ട് സൂര്യനെയും ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നു. ഇതെല്ലാം കൂടി മൊത്തത്തിൽ ബ്രഹ്മാണ്ടത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ചുഴന്നീടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നീടുന്ന നമുക്കറിഞ്ഞിടുവാൻ, അലഞ്ഞു നടക്കുന്ന നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കൾ, വളരെയധികം അറിവുള്ള മഹാത്മാരായിട്ടുള്ള ആളുകൾ, ഉദാഹരണം എഴുതി വെച്ചതല്ല, ഞാൻ പറയുന്നതല്ല, അറിവുള്ള മഹത്തുക്കൾ ഒരു പരമാർത്ഥം അറിഞ്ഞിരിക്കുന്നു. പരമാർത്ഥം എളുതായിട്ട് മുക്തി ലഭിപ്പാനായി ചെവി കൊണ്ടിത് കേൾപ്പിനെല്ലാവരും. എന്താണ്? നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മം എന്നറിയേണ്ടത് മുമ്പിനാൽ. ഒരു വാഹനം ഓടാൻ ഇന്ധനം വേണം, അല്ലേ? നമ്മളുടെ ജന്മം പുനർജന്മമായി മുന്നോട്ട് പോകുന്നത് നമ്മുടെ കർമ്മം കൊണ്ടാണ്. കർമ്മം എന്താണ്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മം എന്നത് അറിയേണ്ടതാണ്. ഇനി എങ്ങനെയാണ് കർമ്മം? പുണ്യകർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുണ്ട്. പുണ്യകർമ്മം മാത്രം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. പൂന്താനം അതാണ് നമുക്ക് കാണിച്ചു തന്നത്. പാപകർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവരുണ്ട്. പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും ഉണ്ട്.
പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇത് നമ്മളെല്ലാം ഒരു ചങ്ങല കൊണ്ട് തളച്ചിട്ടിരിക്കുന്നു. എങ്ങനെ? ബ്രഹ്മാവാദിയായി ഈച്ചയേറുമ്പോളം കർമ്മബദ്ധരെന്നറിഞ്ഞാലും. ബ്രഹ്മാവാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ബ്രഹ്മാവിന് പോലും ഈ കർമ്മം ബന്ധിച്ചിട്ടുണ്ട്. കർമ്മപാശത്തെ ലംഘിക്കുകയെന്നത് ബ്രഹ്മാവിനും എളുതല്ല പാരിൽ. ബ്രഹ്മാവാദിയായി ഈച്ചയേറുമ്പോഴും കർമ്മബദ്ധരെന്നറിഞ്ഞാലും. അപ്പോൾ ബ്രഹ്മാവാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്. അപ്പോൾ ബ്രഹ്മാവിന് എല്ലാ അധികാരമുണ്ട്. എനിക്കതൊന്നും ബാധകമല്ല എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാൻ പറ്റില്ല. ബ്രഹ്മാവ് മുതൽ ഈച്ചയേറുമ്പോളം, അന്ന് പൂന്താനം എഴുതുമ്പം ഉറുമ്പാണ് ഏറ്റവും ചെറിയ ജീവി എന്നുള്ള അർത്ഥത്തിൽ എഴുതി. അതിനൊക്കെ ചെറിയുണ്ടെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിൽക്കണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പം നമ്മളൊക്കെ 5 കൊല്ലം മുമ്പ് വീട്ടിൽ അടച്ച് പൂട്ടിയിരുന്നു. ഇത് നമ്മൾ പോലും കാണാത്തൊരു സൂക്ഷ്മ ജീവിയെ പേടിച്ചിട്ട്. ഒരു കിരീടമൊക്കെ ഉണ്ടായിരുന്നു, കൊറോണ എന്ന പേര്. അത് ചെയ്ത കർമ്മത്തിൻ്റെ ഫലവും അതനുഭവിക്കും. നമ്മളെ കടച്ചു കൂട്ടിയിട്ടിരുന്നതിന് ഉറപ്പാണ്. അപ്പോൾ കർമ്മബദ്ധരാണ് നമ്മളെല്ലാവരും. പൊന്നിൻ ചങ്ങല ഒന്നിപ്പറഞ്ഞത് മറ്റിരുമ്പ് കൊണ്ട് ഇത്ര ഭേദങ്ങൾ. കർമ്മം ചെയ്താൽ, സൽക്കർമ്മം ചെയ്താൽ പൊന്നിൻ്റെ ചങ്ങല കൊണ്ടാണ് നിങ്ങളെ കെട്ടിയിടുക. ദുഷ്കർമ്മം ചെയ്താൽ നിങ്ങൾ ഇരുമ്പിൻ്റെ ചങ്ങല കൊണ്ടാണ് കെട്ടിയിടുക. പുണ്യപാപങ്ങൾ മിശ്രമം കർമ്മവുമാണ് നിങ്ങൾ ചെയ്തെങ്കിൽ 2, 4 എടുത്തു പണി ചെയ്ത മിശ്രമം ചങ്ങലയല്ലോ എന്നാണ് പറയുന്നത്. 2 സ്വർണ്ണമാണെങ്കിൽ 4 ഇരുമ്പാണ്. നിങ്ങൾ തുല്യമായി പുണ്യപാപം ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ ഇങ്ങനെയായിരിക്കും. 2 പൊന്നിന് 4 ഇരുമ്പ്. 2 നല്ലതിന് 4 ചീത്തയുണ്ടാവും. ബ്രഹ്മാവാദിയായി ഈച്ചയേറുമ്പോളം കർമ്മബദ്ധരെന്നറിഞ്ഞാലും അഷ്ടദിക്പാലന്മാരും ഔവണ്ണം ഓരോരോ ദിക്ക് തോറും തളച്ചു കിടക്കുന്നു. അവർക്കും ആ കർമ്മത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അതാണ്. അഷ്ടദിക്പാലകർ. നമ്മൾ അമ്പലത്തിലേക്ക് കയറി വന്ന ആദ്യം നമ്മൾ ഭൂമി തൊട്ട് തൊഴണം. എന്താ വെച്ചാൽ ഈ ഭഗവാന്റെ അംശം പൂർണ്ണമായും കുടികൊള്ളുന്ന ശരീരമാണിത്, ഈ അമ്പലത്തിലെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊട്ട് തൊഴണം. എന്തിനാണ്? പാദസ്പർശം ക്ഷണസ്വാമി. നേരെ മുന്നിൽ വന്നാൽ ധ്വജത്തിൻ്റെ മുകളിൽ ഭഗവാന്റെ വാഹനം ഉണ്ടാവും. വാഹനത്തിൽ തൊട്ട് വേണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ അഷ്ടദിക്പാലകരെയും തൊഴേണ്ടതുണ്ട്. നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ല, അതുകൊണ്ട് നമുക്കറിയില്ല അഷ്ടദിക്പാലകർ ആരൊക്കെയാണ്. നമ്മൾ നേരെ വരുമ്പോൾ സോപാനപ്പള്ളിയുടെ അവിടെ നടക്കെ തന്നെ ഒരു വലിയ കല്ല് കാണാം, വലിക്കല്ല്. അതാണ് ഇന്ദ്രൻ, കിഴക്കിൻ്റെ ദേവനാണ്. അത് കഴിഞ്ഞാൽ പ്രദക്ഷിണ വഴിയിൽ തിടപ്പള്ളിയുടെ മുമ്പിലായിട്ട് അഗ്നികൂണില്ല. അതാണ് അഗ്നികൂൺ എന്ന് പറയുന്നത്. തെക്ക് കിഴക്കേ മൂല, അവിടെ അഗ്നി ഭഗവാൻ. പിന്നെ തെക്ക് വശത്ത് യമൻ, തെക്കിൻ്റെ ദേവനാണ് യമൻ. അതുകൊണ്ടാണ് തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യുന്ന കർമ്മമൊക്കെ യമന് വേണ്ടി മാത്രമുള്ളതാണ്. ആ ഒരു കർമ്മം മാത്രമേ നമ്മൾ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഇന്ദ്രനെ സാക്ഷിയാക്കി ഭഗവാൻ സൂര്യനെ നോക്കി ആണ് ചെയ്യേണ്ടത്. ഇനി അസ്തമയ സമയത്താണെങ്കിൽ പടിഞ്ഞാറാണ് സൂര്യൻ നിൽക്കുന്നത്, അങ്ങോട്ട് നോക്കിയും ചെയ്യാം. വടക്കോട്ടും കുഴപ്പമില്ല. അപ്പോൾ തെക്കിൻ്റെ ദേവൻ യമനാണ്. യമന് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ തെക്കോട്ട് നോക്കി ചെയ്യുന്നത്. തീർത്ഥം പോലും സേവിക്കരുത്, പ്രസാദം പോലും തുടരരുത് തെക്കോട്ട് നോക്കുന്നത്. ഇത് നിങ്ങളുടെ വരാൻ പോകുന്ന കഷ്ടകാലത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് നമ്മൾ വിചാരിച്ചുള്ള. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് നിര്യാതിയാണ്. ഇത് നിര്യാതിക്ക് വന്നത്. പിന്നെ പടിഞ്ഞാറ് വശത്ത് വരണേ, നമ്മുടെ ദേശത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് വരണനാണ് അല്ലേ കായൽ. എൻ്റെ ഈ രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് വരണനാണ് മഹാസാഗരം, സമുദ്രം. അവിടെ വായുകോൺ, വടക്ക് കുബേരൻ, ഈശാനൻ. അങ്ങനെ ഈ അഷ്ടദിക്പാലകരും ഔവണ്ണം ഓരോരോ ദിക്ക് തോറും തളച്ചു കിടക്കുന്നു. അവർക്ക് അവിടെയാണ് ഡ്യൂട്ടി, അവരവിടെ തന്നെ ചെയ്യണം. അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ട് ഓരോരോ ജന്തുക്കൾ. അല്പകാലം 100 വയസ്സ് ജീവിക്കില്ലേ ഒരു മനുഷ്യൻ വിചാരിക്കും. 100 പോട്ടെ, 50, 60, 75, 90 ജീവിക്കട്ടെ, 100ന്റെ മുകളിൽ ജീവിക്കട്ടെ. പക്ഷേ അതെന്ത് കാലയളവാണ്? 43 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് സത്യയുഗം തുടങ്ങിയത്. ഇത് 4 യുഗങ്ങൾ കഴിയുമ്പോൾ ഒരു ചതുർയുഗം കഴിയും. അതായത് 4,32,000 വർഷം കഴിഞ്ഞാൽ ഒരു ചതുർയുഗം കഴിയും. അങ്ങനെ 71 ചതുർയുഗം കഴിയുമ്പോഴാണ് ഒരു മന്വന്തരമാവുന്നത്. അങ്ങനെ 14 മന്വന്തരങ്ങൾ കഴിയുമ്പോഴാണ് ഒരു കൽപ്പമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് പറഞ്ഞത് അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ട് ഓരോരോ ജന്തുക്കൾ. കണ്ണടച്ച് തുറക്കുമ്പോൾ ഈ ജനത പോകും. അതുകൊണ്ട് പൂന്താനം പറയുന്നു, ഈ ക്ഷണഭങ്കുരമായ ഈ നീർക്കുമുള പോലെയുള്ള ഈ ജീവിതത്തിൽ നിങ്ങൾ അധർമ്മം ചെയ്ത് കുറേ സ്വത്തുക്കൾ സമ്പാദിച്ച് സമ്പത്തുകൾ ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് സൂചിച്ചിട്ട് എന്ത് കാര്യം? അത് കഴിഞ്ഞ് നിങ്ങളെല്ലാം പോയി അനുഭവിക്കാൻ പോകുന്നത് മറ്റൊന്നാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് ധർമ്മം ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഈ ചൈതന്യത്തിന് മുമ്പിൽ, സർവ്വവ്യാപിയായ ചൈതന്യത്തിന് മുമ്പിൽ, നമ്മൾ പറയുന്ന പരബ്രഹ്മത്തിൻ്റെ മുമ്പിൽ രണ്ടേ രണ്ട് ജാതികളേ ഉള്ളൂ. ഒന്ന് ധർമ്മികളും ഒന്ന് അധർമ്മികളും. ധർമ്മം ചെയ്യുക, അതാണ് ഭഗവാനും പറയുന്നത്. പക്ഷെ ശ്രീരാമൻ പറഞ്ഞ അത് ധർമ്മ വിധികളല്ല ശ്രീകൃഷ്ണൻ പറഞ്ഞത്. ശ്രീകൃഷ്ണൻ ഒന്നുകൂടി മുന്നോട്ട് നീങ്ങുമെന്ന് പറഞ്ഞു. എതിർക്കുന്നവരെ യുദ്ധം ചെയ്യാനായിട്ട് പറഞ്ഞു. അതാണ് കുരുക്ഷേത്രം ഉണ്ടായത്.
ശ്രീരാമൻ അങ്ങനെയായിരുന്നില്ല. ശ്രീരാമൻ യുദ്ധം ചെയ്തിട്ടുണ്ട്, പക്ഷേ വേറെ രീതിയിലായിരുന്നു. അപ്പോൾ സത്യയുഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 4 ഭാഗങ്ങളും ധർമ്മമായിരുന്നു. പക്ഷേ ത്രേതായുഗത്തിൽ 3 ഭാഗങ്ങളേ ഉള്ളൂ. 75%, 25% അധർമ്മമായി. ദ്വാപരയുഗത്തിൽ പകുതിയായി. പിന്നെ ഇപ്പോൾ കലിയുഗത്തിലോ 1 ഭാഗമേ ധർമ്മമുള്ളൂ, 3/4 ഭാഗവും അധർമ്മമാണ്. അതുകൊണ്ടാണ് നമുക്ക് ചുറ്റും കാണുന്ന അധർമ്മമേ നമ്മൾ കാണാറുള്ളൂ. അത് കലിയുഗത്തിൽ അങ്ങനെയാണ്. മനുഷ്യൻ്റെ ആയുസ് കുറയുന്നു, ചിന്താശക്തി കുറയുന്നു, ഓർമ്മകൾ കുറയുന്നു, ധർമ്മം കുറയുന്നു, എല്ലാം നശിക്കാനുള്ളതാണ്. അവിടെ എത്തും. അല്പകർമ്മികളായ നാമെല്ലാം അല്പകാലം കൊണ്ട് ഓരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൊക്കും പുറപ്പെട്ടു കർമ്മം കൊണ്ട് കളിക്കുന്നതിങ്ങനെ. നമ്മുടെ കർമ്മഫലമായിട്ടാണ് നമ്മൾ ഏത് ഗർഭപാത്രത്തിൽ ചെന്ന് വീഴണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് പൂന്താനം പറയുന്നത്, അജം ചത്ത് ഗജമായി പിറക്കുന്നു, ഗജം ചത്തം ഗജവുമായി ഇടുന്നു, അമരന്മാർ മരങ്ങളായിടുന്നു, മരങ്ങൾ അമരന്മാരായിടുന്നു, ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു, പൂച്ച ചത്തൊരു ഈച്ചയായിടുന്നു. ഇങ്ങനെ പല ജന്മങ്ങൾ നമ്മൾ നേടുന്നു. നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണ്. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും പുണ്യം കൊണ്ടാകാൻ എനിക്ക് മനുഷ്യജന്മം കിട്ടിയത്. അങ്ങനെ പല ജന്മങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാവർക്കും പല ജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ കൊണ്ടാണ് നമുക്കൊരു മനുഷ്യജന്മം ഉണ്ടായത്. ആ മനുഷ്യജന്മത്തിൽ നമ്മൾ ധർമ്മം ചെയ്യുക, ധർമ്മം ചെയ്ത് മോക്ഷം പ്രാപിക്കാൻ. അതാണ് പറയുന്നത്. ചുഴന്നീഴുന്ന സംസാര ചക്രത്തിൽ ഉഴന്നീഴുന്ന നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ട് ഒരു പരമാർത്ഥമരുൾ ചെയ്ത് എഴുതായിട്ട് മുക്തി ലഭിപ്പാനായൊരു കഥയുണ്ട്, ഇത് കേൾപ്പിനെല്ലാവരും. ത്രേതായുഗത്തിൽ യാഗങ്ങൾ ചെയ്യണമായിരുന്നു. 60,000 കൊല്ലം തപസ് ചെയ്താലാണ് മോക്ഷം കിട്ടുക. ദ്വാപരയുഗത്തിലും അല്ല, സത്യയുഗത്തിലെ കാര്യം പറഞ്ഞു. ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും അതുപോലെ യാഗങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു. ഇപ്പം നമുക്ക് നാമസങ്കീർത്തനം കൊണ്ട് മാത്രം നമുക്ക് മുക്തി നേടാം. വലിയ ഭാരിച്ച മന്ത്രങ്ങളൊന്നും പഠിച്ചു വയ്ക്കണ്ട. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ളൊരു മന്ത്രം ചൊല്ലിയാൽ മതി. അപ്പോൾ അതിലിപ്പോൾ ഞാനും പറയുകയാണ്, സമയമില്ല, ശരി. അപ്പോൾ പുന്നാനും പറയുകയാണ്, അതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 14 ലോകങ്ങളുണ്ട്. അതിൽ ഭൂമിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭൂമിയിൽ നിന്നേ കർമ്മങ്ങൾ നേടാൻ സാധിക്കൂ. മറ്റു സ്ഥലത്ത് പോയി കർമ്മങ്ങൾ നേടാൻ പറ്റില്ല. മറ്റു ലോകത്തിരിക്കുന്നവരെല്ലാം ഭൂമിയിൽ വന്ന് കർമ്മങ്ങൾ നേടി അതിൻ്റെ ഫലം അനുഭവിക്കണം. ഭൂമിയിലോ ലവണാംബുദി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപ് ഒരു യോജന ലക്ഷവും. അന്ന് 450 കൊല്ലം മുമ്പ് പൂന്താനം എഴുതി വെച്ചതാണ്. ഈ ഭൂമിയിൽ ലവണാംബുദി മധ്യേ, സമുദ്രത്തിന് നടുക്ക് ജംബുദ്വീപ് ഒരു യോജന ലക്ഷം, 1 യോജന വിസ്തീർണമുള്ള ഒരു ജംബുദ്വീപ് ഉണ്ട്. ജംബുദ്വീപ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഏഷ്യ ഭൂഖണ്ഡം. സപ്തദ്വീപുകളുണ്ട്, അതിൽ എത്രയും മഹത്തരമെന്ന് വാഴ്ത്തുന്നു. പിന്നെയും ഈ 7 ദ്വീപുകളുണ്ടെന്ന് അദ്ദേഹം 450 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഗലീലിയോയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് പൂന്താനം. പൂന്താനം ജനിച്ചതിന് ശേഷം 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഗലീലിയോ ജനിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അന്ധകാലത്തെ പറയുന്നു 7 ദ്വീപുകളുണ്ടെന്ന്. നമ്മളൊക്കെ വിചാരിച്ച് പാശ്ചാത്യരാണ് നമ്മളെല്ലാം പഠിപ്പിച്ചതെന്ന്. ഇല്ല, പാശ്ചാത്യരൊക്കെ വേട്ടയാടി ശിലായുഗത്തിൽ നടക്കുന്ന കാലത്ത് നമ്മളുടെ മാമുനി ശ്രേഷ്ഠന്മാർ സംസ്കൃത ഗ്രന്ഥങ്ങൾ പഠിച്ച് നടന്നിരുന്ന കാലമാണ്. അപ്പോൾ ഈ 7 ദ്വീപുകളുണ്ട് എന്ന് പറയുന്നു. 7 ദ്വീപുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജംബുദ്വീപ്. ഈ ജംബുദ്വീപിൽ 9 ഖണ്ഡങ്ങളുണ്ട്. 9 ഖണ്ഡങ്ങളിൽ ഭാരതഭൂമിയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഭാരതഭൂമിയിൽ പരശുരാമ ക്ഷേത്രമായ കേരളം, അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ജനിച്ചാൽ നീ ഭാഗ്യവാനാണ്. അപ്പം കാലം ഇന്ന് കലിയുഗമല്ലയോ? അതായത് 4 യുഗത്തിൽ ഈ യുഗത്തിലാണ് നമുക്ക് പ്രാർത്ഥന കൊണ്ട് മാത്രം മുക്തി നേടാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റു യുഗത്തിൽ ജീവിച്ചവർക്കൊക്കെയുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായാലും എത്രയോ കാലം എന്തെല്ലാം ചെയ്താലാണ് നമുക്ക് നാമം ജപിച്ചാൽ മോക്ഷം കിട്ടും. അപ്പോൾ കാലം ഇന്ന് കലിയുഗമല്ലയോ? ഭാരതം ഈ പ്രദേശവുമല്ലയോ? നമ്മളെല്ലാം നരന്മാരുമല്ലയോ? കീർത്തിച്ചീടുക തിരുനാമം. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാൻ ഭഗവാൻ പറയുവാണ്, പൂന്താനം പറയുവാണ്, പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട. നിങ്ങൾക്ക് ഒരു താപം മനസ്സിൽ വേണ്ട. ഇത്ര നാളായിട്ട് ഇതൊന്നും ചെയ്തില്ലല്ലോ എന്നൊരു താപം വേണ്ട. തിരുനാമത്തിൻ മഹാത്മ്യം കേട്ടാലും, ജാതി പാർക്കിൽ ഒരു അന്ത്യജനാകിലും, ഏത് ജാതിപ്പെട്ടവനായാലും, വേദമാമുനി മഹീസുരനാകിലും, ഒരു നേരം ഒരിക്കലൊരു ദിനം നാവുകൊണ്ട് ഇത് ചൊല്ലിയെന്നാകിൽ, അതുമല്ലെങ്കിൽ ഒരു ദിനം കേട്ടാലും മതി, അല്ലെങ്കിൽ മറ്റൊരുത്തർക്ക് വേണ്ടി പറഞ്ഞാലും മതി, മറ്റൊന്നായി പരിഹസിച്ചാണെങ്കിലും മതി, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക ദിവസവും. ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി. നമ്മുടെ ഈ കലിയുഗത്തിൽ നമുക്ക് മുക്തി നേടാൻ, നമ്മുടെ ഈ
ആത്മാവാണ് നിങ്ങൾ തുടിക്കുന്നത്. അത് കർമ്മം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. ധർമ്മം ചെയ്ത് നല്ല സൽക്കർമ്മം ചെയ്ത് നമ്മൾ മോക്ഷം നേടുക. അതിന് ഏറ്റവും ഉചിതമായ ഭൂമിയിൽ തന്നെയാണ്. അതിനാണ് അവതാരങ്ങളും പലതെടുത്തിട്ടുള്ളത്. ഈ 14 ലോകങ്ങളുണ്ടെങ്കിലും ഭൂമിക്ക് വേണ്ടി മാത്രമാണ് ഭഗവാൻ അവതാരം എടുത്തിട്ടുള്ളത്. അല്ലാണ്ട് മറ്റൊരു 14 ലോകത്തിലും അത് വേണ്ടി വന്നിട്ടില്ല. സത്യലോകം മുതൽ ഇങ്ങോട്ട് കിടക്കുന്നു, താഴത്ത് പാതാളത്തിനും താഴത്തേക്കുണ്ട്. 14 ലോകങ്ങളുണ്ട്. അതിൽ നടുക്കാണ് ഭൂമി വരുന്നത്. 7ാമത്തെയാണ് ഭൂമി. ഭൂമിയിൽ തന്നെ വന്ന് ജനിച്ചാലേ കർമ്മങ്ങൾ നേടാൻ സാധിക്കൂ. ഈ കർമ്മങ്ങൾ നേടിയതിനു ശേഷം മാത്രമാണ് നമുക്ക് മോക്ഷം നേടാൻ സാധിക്കുന്നത്. ഭൂമിയിൽ തന്നെ ഈ വൻകരയായ ഏഷ്യയിൽ വരണം. അതിൽ 9 ഭൂഖണ്ഡത്തിൽ ഭാരത ഭൂഖണ്ഡത്തിൽ വരണം. അത് നരനായി ജനിക്കണം. എത്രയോ ജന്മം ഏതെല്ലാം തരത്തിൽ ജനിച്ചിട്ടാണ് എന്തൊക്കെയോ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായി നമ്മൾ ഇന്ന് മനുഷ്യജന്മം നേടിയത്. ആ മനുഷ്യജന്മത്തിൽ പ്രാർത്ഥനകളോടെ ഭഗവാന്റെ തിരുനാമങ്ങൾ ഉരുവിട്ട് മോക്ഷം നേടാനാണ് പറയുന്നത്. കാലം ഇന്ന് കലിയുഗമല്ലയോ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ, കീർത്തിച്ചിടുക തിരുനാമം. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നു, പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട. നിങ്ങൾ എവിടെ ഇരുന്നാണെങ്കിലും ഏത് ദിക്കിലിരുന്നാണെങ്കിലും ഒരിക്കൽ ഒരു ദിനം നാവുകൊണ്ട് എൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിയാൽ ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി. ബാദരായണൻ താനും പറഞ്ഞതു ഗീതയും ബഹുമാനിച്ചു ചൊല്ലുന്നു. നമ്മുടെ വേദങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ്. അപ്പം അതിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ പറയണത് വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. മതിയുണ്ടെങ്കിലൊക്കെ മതിയിതു തിരുനാമത്തിൻ മഹാത്മ്യമാമിതു. പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ള മരുൾക ഭഗവാനി. പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ള മരുൾക ഭഗവാനി. പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ള മരുൾക ഭഗവാനി. കരചരണഗതം വാക്കായജം കർമ്മജം വാശ്രമനേജം വാമാനസം വാപരാധം വിഹിതം അവിഹിതം വാശ്രമേദക്ഷണസ്വ ശിവശിവകരണാഭ്യേ ശ്രീ മഹാദേവ് ശങ്കര. എൻ്റെ ഈ എളിയ പ്രഭാഷണം ഇവിടെ കേൾക്കാൻ വന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹങ്ങൾ അറിയിക്കുന്നു. നീ പറഞ്ഞു തുടങ്ങിയാൽ ഒരു പുരുഷാരം മുന്നിൽ വന്ന് നിൽക്കുമെന്നാണ് പൂന്താനത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സമയക്കുറവ് മൂലം പലതും വിസ്തരിച്ച് പറയാൻ സാധിച്ചില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പുരുഷാരത്തിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഇത് ഗുരുവായൂരപ്പൻ നിങ്ങളെ ഇവിടെ എത്തിച്ചതാണ്. ഇത് പറയാൻ എന്നെയും ഭഗവാനിൽ പൂർണ്ണമായും അർപ്പിച്ച് നിങ്ങൾ ഭഗവാനെ വിളിക്കുക. ഒരു ആവശ്യത്തിനായി ചെന്ന് ഡിമാൻഡ് ചെയ്യരുത്. എന്നെ എൻ്റെ പരീക്ഷ പാസ്സാക്കിത്താ, എനിക്കൊരു ജോലി മേടിച്ചതാ, എൻ്റെ മകളുടെ കല്യാണം നടത്തിത്താ എന്നല്ല പറയേണ്ടത്. അവിടെ ചെന്ന് പറഞ്ഞാൽ ഭഗവാൻ അറിയാത്ത കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല, നമുക്കില്ല. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആ ചൈതന്യം അറിയുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ സർവ്വത അർപ്പിക്കുക. ഭഗവാൻ നിങ്ങളുടെ സമയമാകുമ്പോൾ തരും. നിങ്ങളുടെ കർമ്മഫലത്തിൻ്റെ ആ ഒരു അനുഭവിച്ച് തീർക്കാനുള്ളതുകൊണ്ടാണ് കാലതാമസം വരുന്നത്. പലതിലും ശുഭാപ്തി വിശ്വാസത്തോടെ നീങ്ങുക. എനിക്കൊരു അപേക്ഷയുണ്ട്. പൂന്താനം 4 വരി കൃഷ്ണൻ്റെ പ്രാർത്ഥനയോടെയാണ് ഈ ദാനപ്പാനം തുടങ്ങിയത്. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ഏറ്റുചൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുകയാണ്. അപ്പോൾ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്നുള്ള 4 വരി എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങളെക്കൊണ്ട് ആവുന്നത്ര ഉറക്കെ ചൊല്ലുക. തുടങ്ങാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ ഈ പ്രഭാഷണം ഞാൻ അർപ്പിച്ചുകൊണ്ട് ഏവർക്കും ഓം ശാന്തി ശാന്തി ശാന്തി. തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോട് ബന്ധിച്ച് ഇന്നിവിടെ നടന്ന ഈ പ്രഭാഷണം നമുക്കേവർക്കും വലിയൊരു അറിവാണ് പകർന്നു നൽകിയത്. ജ്ഞാനപ്പാനെ ഇത്ര ലളിതമായി ഇവിടെ അവതരിപ്പിച്ച പ്രഭാഷകൻ ശ്രീ PS കർത്ത അവരോട് ഈ സദസ്സിൻ്റെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും പേരിലുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഭക്തിയും ജ്ഞാനവും ഒത്തുചേർന്ന് ഈ 1 മണിക്കൂർ സമയം ഞങ്ങൾക്ക് നൽകിയിട്ട് അദ്ദേഹത്തിനോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിനെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കാനായി അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് ശ്രീ സലീംനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.